തന്റെ അച്ഛന്റെ വിയോഗത്തിനു ശേഷം കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ആ കുടുംബത്തിലെ പെൺകുട്ടിയുടെ ചുമലിലാവാണ്. ഒരു പ്രതീക്ഷ ഏട്ടനായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവനും ഒരു കടുങ്കൈ ചെന്നത്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിന്ന ആ ഒരു പെൺകുട്ടി പിന്നീട് ചില രഹസ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഈ കഥയിലെ ഒരു സാധാരണ മെക്കാനിക് ആയിട്ടുള്ള നായകനിലേക്ക് ആ ഒരു രഹസ്യം ചെന്നെത്താണ്. പിന്നീട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേയധികം ട്വിസ്റ്റുകളായിട്ട് നമ്മളെ ത്രസിപ്പിച്ച ഏറ്റവും പുതിയ ഒരു അടിപൊളി തെലുഗു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കഥയുടെ പേര് മെക്കാനിക് റോക്കി. അത്യാവശ്യം ത്രില്ലും ട്വിസ്റ്റും കോമഡിയൊക്കെ ആയിട്ട് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത നല്ലൊരു കഥയാണിത്. അപ്പോൾ കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യാൻ കളയുന്നില്ല. ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേഗത്തിൽ എത്തിക്കാനായിട്ട് എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ തുടക്കത്തില് നമ്മൾ കാണുന്നത് അർദ്ധരാത്രി നല്ല മഴയുള്ള സമയത്ത് ഏതോ ഒരു പെൺകുട്ടിയിലെ ദേഷ്യത്തില് വീട്ടിലേക്ക് നടന്നു വരികയാണ്. അങ്ങനെ വീട്ടിൽ കയറിയപ്പോ അമ്മ കഴിക്കാന് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നും ദോശ തന്നെയാ. അപ്പൊ അമ്മ എന്താ രാവിലെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി പോയിട്ട് ആ മൂഡ് മാറിയിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ദോശ കൊണ്ടുപോയിട്ട് ഏട്ടന് കൊടുത്തിട്ടോ. എനിക്കൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, നിന്നോട് പറഞ്ഞത് ചെയ്യ്. അങ്ങനെ അനിയത്തിയില്ലേ ആ ഒരു ദോശ എടുത്തിട്ട് തന്റെ ഏട്ടന്റെ റൂമിലേക്ക് പോകുമ്പോ ഏട്ടനാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് അമ്മയോടുള്ള ദേഷ്യമാണോ അല്ലെങ്കിൽ രാവിലെ ഏട്ടനുമായിട്ട് വഴക്കിട്ടതിൻ്റെതാണോ ആ ഒരു ദേഷ്യത്തിലാണ് ആ ഒരു ദോശ പ്ലേറ്റ് ടേബിൾ വെച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് അമ്മയോട് എന്തോ സംസാരിക്കുമ്പോ അവളുടെ ഏട്ടൻ വല്ലാതെ ദേഷ്യത്തിലും സങ്കടത്തിലും ആ ഒരു വാതിൽ ലോക്ക് ചെയ്തിട്ട് കയറില് തൂങ്ങിയാടാണ്. അതിനിടയിലെ ആ ഒരു പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ച ശബ്ദം കേട്ടിട്ട് അമ്മയും അനിയത്തിയും വന്നു നോക്കുമ്പോഴാണ് വാതില് ലോക്കായത് കാണുന്നത്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവരുടെ അലർച്ച മാത്രമാണ്. എന്തിനായിരിക്കും അവനിങ്ങനെ ഒരു മണ്ടും തീരുമാനം എടുത്തിട്ടുണ്ടാവുക? അടുത്ത സീനില് ഒരു വർക്ക്ഷോപ്പിലേക്ക് ചായ കൊടുക്കാൻ ഒരു പയ്യൻ വരുമ്പോ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ബബലു ഇല്ലേ ഒരു ജീപ്പിന്റെ ടയർ അഴിക്കുകയാണ്. അപ്പൊ പയ്യൻ അല്ലേട്ടാ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിനക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നേ? മസാജ് ചെയ്യുന്നല്ലോ തോന്നുന്നുണ്ടാ? ടയർ ഊരാടാ. അതിന് അങ്ങോട്ടല്ലേ തിരിക്കണ്ടേ, ഇങ്ങോട്ടല്ലേ? ഓ ആയിക്കോട്ടെ സാറേ, അങ്ങനെ ചെയ്തേക്കാം. തൽക്കാലം നീ ഒന്ന് സ്ഥലം കാലിയാക്കടാ. അതങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, കുറച്ച് പൈസ കിട്ടാനില്ലേ? കുറയൊന്നുമില്ലല്ലോ, ഒരു 15 ദിവസത്തെ ചായയുടെ പൈസയല്ലേ? മാസമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. മാസം കഴിഞ്ഞിട്ടില്ല, പക്ഷേ സ്ഥലം പൊളിക്കാൻ പോവാണെന്ന് ഒരു കിംവദന്തിയുണ്ട്. പൊളിച്ചാ പിന്നെ ആരുടെ പൈസ വയ്ക്കും? നിനക്കെന്നെ കണ്ടിട്ട് എന്താ കിളി പോവല്ലോ തോന്നുന്നുണ്ടാ? ഈ വർക്ക്ഷോപ്പ് ആരും പൊളിക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. അപ്പോൾ അവരോട് അല്ല നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാ വേണ്ടേ? ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യാനാ? അങ്ങനെയാണെങ്കിൽ നോർമൽ ഡ്രൈവിംഗ് സ്കൂളിൽ 30 ദിവസത്തിലാണ് ക്ലാസ്സുകൾ പഠിപ്പിച്ച് സെറ്റാക്കുക. എന്നാൽ ഞങ്ങൾ 15 ദിവസത്തിലെ ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നല്ല ആക്യുറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ പഠിപ്പിച്ച് സെറ്റാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെന്താ ഡബിൾ ഓക്കെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്റെ അച്ഛനെ പോലെ എപ്പോഴും കടിച്ചേറിക്കൊണ്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്താ ഇടാത്തത്? വളവ് കണ്ടില്ലേ, ഹമ്പ് കണ്ടില്ലേ? അങ്ങനെ പ്രഷറോടെ ടീച്ച് ചെയ്യുന്ന ഒരു ട്രെയിനർ ആണെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനെ അവള് ലെഫ്റ്റ് കൈ കാണിച്ചിട്ട് ഇങ്ങനെയല്ലേ റൈറ്റിലേക്ക് പോകേണ്ടത്, അതുപോലെ റൈറ്റ് കൈ കാണിച്ചിട്ട് ഇങ്ങനെയല്ലേ ലെഫ്റ്റിലേക്ക് പോകേണ്ടത് ചോദിക്കുമ്പോൾ ഇവളെ പഠിപ്പിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ തന്റെ ബോസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ കഥയിലെ ഹീറോ തന്നെ വളരെ സമാധാനത്തില് നിങ്ങളെ പഠിപ്പിച്ചോളൂ എന്ന് പറയാണ്. അതിന് ഫീസ് ഒരു 10,000 വേണ്ടി വരും. അങ്ങനെ അവൾ ആ പേയ്മെന്റ് കൊടുക്കുമ്പോഴാണ് വേറെ ആൾ വന്നിട്ട് നിന്റെ ബോസ് റോക്കി അവനെ വിടറാ, എന്റെ അടുത്ത് വാങ്ങിയ സാധനങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം, നിന്റെ ഗാരേജ് ഗവൺമെന്റ് പൊളിക്കാൻ പോവല്ലേ. അത് കേട്ടപ്പോ ആ പെൺകുട്ടി 10,000 കയ്യിൽ നിന്ന് പോന്ന് പേടിച്ചിട്ട് മെല്ലെ പിന്നിലേക്ക് വലിക്കുമ്പോ അയാൾ പറയുന്നത് കേൾക്കണ്ട, അങ്ങേര് കിളി പോയതാ, ഈ ഗാരേജ് ഒന്നും പൊളിക്കാൻ പോകുന്നില്ല. അങ്ങനെ പൈസയും വാങ്ങി വെച്ചിട്ട് അയാളോട് പറയുന്നുണ്ട് സാറേ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ? എന്നെ മിണ്ടാതെ നിർത്തിയിട്ട് കാര്യമില്ല, നിന്റെ ബോസ് റോക്കിയില്ലേ അവനോട് ആവശ്യമുള്ള കാര്യത്തിലും ഇല്ലാത്ത കാര്യത്തിലും തലയിടാതെ മിണ്ടാതിരിക്കാൻ പറ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മുടെ ഹീറോ കാറിൽ വരുന്നത്. എന്നിട്ട് അങ്ങേരോട് അല്ല സാറേ ഞാൻ എന്റെ വായടക്കണമെന്ന ഒരു കാര്യം ചെയ്താലോ, സാറിന്റെ പേരിലെ 2 ഏക്കർ സ്ഥലമില്ലേ അതെന്റെ പേരിൽ എഴുതി തന്നെ. അപ്പൊ അങ്ങനെ അതെങ്ങനെ തരാൻ പറ്റാ? എന്നാലേ കൂടുതൽ അഡ്വൈസിന്റെ ആവശ്യമില്ല, തനിക്ക് പൈസയല്ലേ വേണ്ടേ, അപ്പൊ അതും വാങ്ങിട്ട് സ്ഥലം കാലിയാക്ക്. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടിയെ നമ്മുടെ ഹീറോ കാണുന്നത്. അപ്പൊ അസിസ്റ്റന്റ് ഇവരാണ് പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി അവളെ മായ എന്ന് പരിചയപ്പെടുത്താണ്. അങ്ങനെയാണെങ്കിൽ മായ ഞാനാണ് നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഫോം ഫില്ല് ചെയ്യാനായിട്ട് അവളുടെ ഏജും അഡ്രസ്സും അതുപോലെ ജോലിയും ചോദിക്കുകയാണ്. അപ്പോൾ 26 വയസ്സാണെന്നും മുംബൈയിലാണ് താൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുംബൈ എന്നും ആ കമ്പനി എന്നും കേട്ടപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് വായ തുറക്കുകയാണ്. ബബലു വായ അടച്ചോ, അതൊരു ബാങ്കിങ് കമ്പനിയാ, നീ കരുതിയതല്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഇല്ലേ അവൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവൾക്കൊരു കുന്തും അറിയില്ല. വലത്തോട് തിരിക്കാൻ പറഞ്ഞാൽ ഇടത്തോട് തിരിക്കും, ഇടത്തോട് പറഞ്ഞാൽ വലത്തോട് തിരിക്കും, ആക്സിലേറ്റർ ചവിട്ടാൻ പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടും. അങ്ങനെ ജീവനും കൈപിടിച്ചിട്ടാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഹീറോ ഇല്ലേ തന്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുന്നത് അല്ലാതെ നീ ബാങ്കിലെത്തിയോ? ബാങ്ക് 10 മണിക്കല്ലേ തുറക്കുക, സമയമാകുമ്പോൾ പോയാൽ പോരെ. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തപ്പോ മായ ചോദിക്കുന്നുണ്ട് അല്ല റോക്കി നിങ്ങൾക്ക് എന്താ ടെൻഷൻ പോലെ? നിങ്ങൾ ഗാരേജിലേക്ക് വന്നപ്പോ ഗാരേജ് എന്തോ ബാങ്ക് കൊണ്ടുപോകാൻ പോകണമെന്നോ ഗവൺമെന്റ് സീസ് ചെയ്യാൻ പോവാണെന്നൊക്കെ കേട്ടു, അസിസ്റ്റന്റിനെ ബാങ്കിലേക്ക്
ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, എന്താ ഗരേജ് അടച്ചു പൂട്ടുവോ? അപ്പോഴാണ് റോക്കി പറയുന്നത്, അതൊക്കെ ഒരു വലിയ കഥയെ മേഡം. ആഹാ, എന്നാല് കഥ കേൾക്കാൻ മൂടില്ല, പറയാന്ന് നമുക്ക് കേൾക്കാലോ. അങ്ങനെ ഹീറോ ഇല്ലേ കുറച്ച് നാൾ മുൻപത്തെ തന്റെ ഫ്ലാഷ് ബാക്ക് പറയാണ്. നമ്മുടെ ഹീറോയുടെ മുത്തശ്ശനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ആകെ ഒരു പ്രശ്നമുള്ളത് എവിടെ എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയില്ല. മനസ്സിൽ തോന്നിയത് അതുപോലെ പറയും. അങ്ങനെ ഒരിക്കൽ നാട്ടിലൊരു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ആ നാട്ടിലൊരു റൗഡിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നപ്പോ ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോ റോക്കിയുടെ മുത്തശ്ശനെ കാണിക്കുമ്പോ അങ്ങേര് ആ ഒരു കുഞ്ഞിനെ വാങ്ങി നോക്കിയിട്ട്, അല്ല മീശക്കാരാ, നിന്റെ കുഞ്ഞ് നിന്നെ പോലെ അല്ലല്ലോ ഉള്ള, നിന്റെ അരികിലുള്ള പൂജാരിയുടെ അതേ മുഖാണല്ലോ. അത് കേട്ടപ്പോ റൗഡിക്ക് കലിപ്പായിട്ട്, വാക്ക് ശ്രദ്ധിച്ചുപയോഗിക്ക്, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിന്റെ അരികിലുള്ള പൂജാരിയെ നോക്കുമ്പോ അതിനുള്ളില് നമ്മുടെ പൂജാരി അവിടെ നിന്ന് ഓടി തള്ളിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു കുഞ്ഞ് പൂജാരിയുടേതാണോന്നും അറിയില്ല. ആ ഒരൊറ്റ വാക്കുകൊണ്ട് ആ പൂജാരിയുടെ നേരെ കത്തിയും കൊണ്ട് റൗഡി പോയിട്ടുണ്ട്. പൂജാരിയുടെ ആൾക്കാർ റൗഡിയുടെ ആൾക്കാരും ആ നാട് മുഴുവനായിട്ട് കുട്ടിച്ചോറാക്കി കലാപത്തിലാക്കിയിട്ടുണ്ട്. അവസാനം ഇതിനൊക്കെ കാരണം നമ്മുടെ മുത്തച്ഛനല്ലേ. അങ്ങനെ ഒരു കയ്യും വെട്ടിയിട്ട് ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ സർവൈവ് ചെയ്യാനായിട്ടാണ് ഒരു ഗരേജ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ റോക്കി നടത്തുന്നതും അതേ ഗരേജ് തന്നെയാണ്. അങ്ങനെ മുത്തച്ഛന് വയ്യാതായപ്പോ റോക്കിയുടെ അച്ഛൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നും ആശീർവദിക്കണമെന്നൊക്കെ പറയുമ്പോൾ, ആശീർവദിക്കാന് എനിക്കൊരു കൈ പോലില്ലല്ലോ, എന്തായാലും എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മറുപിറവി എടുത്ത് നിങ്ങളുടെ കുഞ്ഞായിട്ട് വീണ്ടും ഈ ലോകത്തേക്ക് വരും. അത് കേട്ടപ്പോ റോക്കിയുടെ അച്ഛനാണെങ്കിൽ, എന്റെ പൊന്നാച്ച ഇതുവരെ സഹിക്കാൻ പറ്റുന്നില്ല, വീണ്ടും മറുപിറവിയോ? പറഞ്ഞു തീർന്നില്ല, നമ്മുടെ മുത്തശ്ശൻ മരണപ്പെട്ടു പോവാണ്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ ഹീറോയുടെ അമ്മ ഗർഭം ധരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് കാത്തുക്കുമ്പോഴാണ് അച്ഛന്റെ കൺമുമ്പിലായിട്ട് മുത്തശ്ശനെ കാണുന്നത്. അല്ല, അച്ഛൻ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞല്ലേ നിന്റെ മകനായിട്ട് ഞാൻ മറുപിറവി എടുത്തു വരുന്നു. അച്ഛാ വേണ്ടച്ചാ, ഇവിടുന്ന് പോന്ന്. അങ്ങനെ അച്ഛൻ മറഞ്ഞു പോവാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയെ പ്രസവിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യം എന്ന് വെച്ചാല് ആ പ്രസവത്തിൽ തന്നെ റോക്കിയുടെ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതും കൂടെ ആയപ്പോ മുത്തശ്ശൻ റോക്കിയോട് ജനിച്ചതല്ലേ, റോക്കിയുടെ മേലെയും അച്ഛന് നല്ല കലിപ്പായിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം മുത്തശ്ശനെ പോലെ തന്നെ നമ്മുടെ റോക്കിക്കും കൈവിട്ട വായാണ്. ആ വായു കൊണ്ട് ഏണി വെച്ച പോലെ ഏതിലെങ്കിലും പോകുന്ന അടിയൊക്കെ ഹീറോയുടെ അച്ഛന് വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഹീറോയെ വല്ലാതെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ അച്ഛന്റെ കഷ്ടപ്പാടില് ഹൈദരാബാദ് സിറ്റിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗരേജായിട്ട് അവരുടെ ഗരേജ് മാറുകയാണ്. അപ്പോൾ അച്ഛന്റെ മനസ്സിൽ ഒരു ആഗ്രഹം നിറയുന്നുണ്ട്. അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏതൊക്കെ തീർത്ഥ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ദർശനത്തിന് ഒന്ന് പോണെന്ന്. എന്നാൽ പല നാൾ ആഗ്രഹിച്ചിട്ടും നടന്നിട്ടില്ല. അപ്പോഴാണ് ആ ഗരേജിലേക്ക് ഒരു ടൂറിസ്റ്റ് ഗൈഡ് വരുന്നത്. അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അതായത് ഹീറോയുടെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാ തീർത്ഥ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ഒരു ഓഫറാണ്. വെറും 30,000 എല്ലാ സ്ഥലത്തും പോയിട്ട് വരാം. 30,000 കേട്ടപ്പോ അച്ഛൻ ഷോക്കായി പോകുന്നുണ്ട്. കുറയാൻ ഒരു വഴിയില്ലേ, ഷുഗറോ ബിപിയോ കുറയ്ക്കാനൊരു ഗുളിക എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ 2-3 സ്ഥലം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കുറയ്ക്കാം. അത് വേണ്ട, എല്ലാ സ്ഥലത്തും പോയി കളയാം. അങ്ങനെ പൈസയും വാങ്ങിയിട്ട് ആ ഒരു ഗൈഡില്ലേ അവിടുന്ന് പോയതാണ്. ട്രാവൽ സ്റ്റാർട്ട് ആകുമ്പോൾ ടിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അയാള് നല്ല പണി പണിഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ റോക്കിയില്ലേ ടീനേജ് പ്രായപ്പോ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്ന ഒരു പെൺകുട്ടിയെ ഓൾറെഡിയുള്ള സീനിയേഴ്സ് റാഗ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ റോക്കിയാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് പ്രിയ. ഈ പ്രിയ ആരാന്ന് വെച്ചാല് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള രാജേഷിന്റെ അനിയത്തിയാണ്. പ്രിയയെ കണ്ട മാത്രയിൽ തന്നെ നമ്മുടെ റോക്കിക്ക് അവളോട് ക്രഷ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും പ്രണയത്തിലാവാണ്. നമ്മുടെ റോക്കിയുടെ ഫ്രണ്ട് രാകേഷില്ലേ അവൻ നല്ലൊരു ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ്. എന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ട് പ്ലേ ചെയ്യാന് ക്രിക്കറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, ഹെൽമെറ്റ്, ഗാർഡ്സ് ഇതൊന്നും വാങ്ങാനുള്ള പൈസയില്ല. ആ ഒരു സിറ്റുവേഷൻ റോക്കിയോട് പറയുമ്പോൾ റോക്കി ഒരു ഉടായ്പ പ്ലാൻ ചെയ്യാണ്. അതായത് രാകേഷിനെ കൂട്ടിട്ട് നേരെ ലൈബ്രറിയിൽ പോയിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള കുറേയധികം പുസ്തകങ്ങൾ അടിച്ചു മാറ്റാണ്. അതായത് ആ ഒരു ബുക്കൊക്കെ പുറത്ത് വെക്കാനുള്ള പ്ലാനാണ്. കൂട്ടത്തില് പ്രൊഫസറിന്റെ ബുക്ക് വരെ അടിച്ചു മാറ്റിയിട്ട് രാകേഷിന്റെ ബാഗിലിട്ടിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ നല്ല സമയത്തിന് നമ്മുടെ പ്രിൻസിപ്പൾ പാസിയാണ്. അതേ സമയത്ത് ആ ബാഗും കയറിയിട്ട് ഉള്ളിലുണ്ടായിരുന്ന ബുക്കൊക്കെ താഴെ വീഴുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പൾ നോക്കുമ്പോൾ ആ ബുക്കിന്റെ കൂട്ടത്തില് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതായത് പ്രൊഫസറിന്റെ ബുക്ക് അടിച്ചു മാറ്റിയില്ലേ അതിന്റെ ഉള്ളിലായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. എന്നാൽ ബാഗ് ആരതാ നമ്മുടെ രാകേഷിന്റെ അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൾ ഫ്രണ്ടിനെ പിടിച്ച് നേരെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു കാഴ്ച നമ്മുടെ രാകേഷിന്റെ അനിയത്തി പ്രിയം കാണുന്നുണ്ടായിരുന്നു. ഏട്ടനെ കുടുക്കി കലിപ്പില് റോക്കിയുടെ നേരെ അവള് കാർക്കിച്ച് തുപ്പാണ്. അതേ സമയത്താണ് കോളേജിലേക്ക് റോക്കിയെ കാണാൻ അച്ഛന് വരുന്നത്. നല്ല കാഴ്ചയിൽ നേരിട്ട് കണ്ടേ. അങ്ങനെ നേരെ പിടിച്ചിട്ട് മെക്കാനിക് ഷെഡിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ 6 മാസത്തോളം പുറത്തെവിടെയും വിടാതായപ്പോ അവസാനം റോക്കിക്ക് എഞ്ചിൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞാൻ പരീക്ഷയിൽ പാസ്സാവും. ഇനി അച്ഛൻ എന്നെ സിവിൽ എഞ്ചിനീയർ ആയിട്ട് മാത്രമേ കാണുള്ളൂ. റോക്കിക്ക് എക്സാം ഫീസ് കൊടുത്ത് കോളേജിലേക്ക് പറഞ്ഞിടുന്ന കരുതിയതാ. അപ്പോഴാണ് അച്ഛൻ, അല്ല കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് നീ സിവിൽ എഞ്ചിനീയർ ആവുന്നോ? അങ്ങനെ വീണ്ടും സ്പാനർ കൈ കൊടുത്തിട്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പണിയെടുക്ക്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിക്കോ. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെയാണ് നമ്മുടെ റോക്കി മെക്കാനിക് വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതും. അങ്ങനെ പതിയെ പതിയെ ആ ഒരു ഗരേജിലെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാണ്. മെക്കാനിക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ റോക്കി മെക്കാനിക് റോക്കി ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നാട്ടിൽ തന്നെ ഗരേജ് ഫേമസ് ആവാണ്. ഗരേജിൽ കുറേയധികം ജോലിക്കാരും എത്തുന്നുണ്ട്. അപ്പോൾ പല ജോലിക്കാരും ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ റോക്കിയുടെ അച്ഛന് എവിടെയും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും കളിയാക്കുമ്പോൾ റോക്കി പറയുന്നുണ്ട്, അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യ്, ഗരേജ് എന്നെ
ഏൽപ്പിച്ചിട്ട് എവിടെയൊക്കെ ട്രാവൽ ചെയ്യണോ എല്ലാ സ്ഥലത്തും പോയിട്ട് പോര്. നിന്റെ അടുത്ത് ഗരേജ് ഏൽപ്പിക്കുന്നതിൽ നല്ലത് ആർക്കെങ്കിലും ഞാൻ വെറുതെ കൊടുക്കുന്നതാ. പറഞ്ഞു തീർന്നില്ല. ആ നാട്ടിലെ ഒരു റൗഡിയുടെ അടയാളം വന്നിട്ട് അണ്ണൻ പറഞ്ഞയച്ചതാ. ഗരേജിന്റെ വില എത്രയാന്ന് പറ. റോക്കിയുടെ അച്ഛനാണെങ്കിൽ ഗരേജ് അതിന് ആർക്കും കൊടുക്കുന്നില്ലല്ലോ. കൊടുക്കുന്നുണ്ടോ എന്ന് ആരും ചോദിച്ചില്ല, എഴുതി തരാനാ പറഞ്ഞ്. അപ്പൊ കാലിപ്പായ റോക്കിയില്ലേ കൂട്ടാളിയുടെ കഴുത്ത് പിടിച്ചിട്ട് അവിടുന്ന് പുറത്താക്കാണ്. അങ്ങനെ റോക്കി പതിയെ പതിയെ തന്റെ ഗരേജ് ഒന്നുകൂടി ഡെവലപ്പ് ആക്കാനായിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ കാറൊക്കെ കളർ ചേഞ്ച് ചെയ്ത് ആൾട്ടർ ചെയ്തിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ സെറ്റ് ചെയ്യാണ്. പുറത്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിന് 10,000 ചാർജ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ റോക്കി 50% ഓഫിൽ 5,000 രൂപയ്ക്ക് ഓഫർ വെക്കുകയാണ്. അങ്ങനെ കുറേയധികം കസ്റ്റമേഴ്സിനെ പിടിച്ചിട്ട് പതിയെ പതിയെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് കുറച്ചു നേരത്തെ ആ ഒരു ഗരേജ് ചോദിച്ചു വന്ന റൗഡിയിലെ അങ്ങേരുടെ അടുത്തേക്ക് മറ്റൊരു ബിസിനസ്സുകാരൻ വന്നിട്ട് ആ ഒരു ഗരേജ് നല്ല സ്പോട്ടിലാണ്, അത് എന്റെ കയ്യിലാക്കി തരാണെങ്കിൽ 25 ലക്ഷം ഞാൻ തന്നേക്കാം. നേരത്തെ മറ്റൊരു ബിസിനസ്സുകാരൻ 10 ലക്ഷം പറഞ്ഞിരുന്നേ, ഇപ്പൊ 25 ലക്ഷം പറഞ്ഞില്ലേ. അപ്പോ റൗഡി കൂട്ടാളികളോട് ഏത് വഴി സ്വീകരിച്ചാലും ആ ഗരേജിന്റെ ഡീല് നടത്തിയിരിക്കണം. അങ്ങനെ ആ ഒരു മെയിൻ റൗഡിയില്ലേ തന്റെ അടിയാൾക്കാരെ പറഞ്ഞയക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയുടെ അച്ഛന്റെ ഗരേജിലേക്ക് ഒരുത്തൻ കാറുകൊണ്ട് നിർത്തുകയാണ്. എന്നാൽ കാറിന്റെ അവസ്ഥ കാണുമ്പോ തട്ടുകൊണ്ട് ഇഞ്ച പരിവായിട്ടുണ്ട്. അപ്പൊ അങ്ങേര് നാളെ തന്നെ ഈ കാറൊന്ന് നേരാക്കി തരാൻ പറ്റുമോ? ഏത് നിന്റെ ഈ കാറോ? ഞാൻ തലൂത്ത് നിന്നാലും നാളെയല്ല ഒരാഴ്ച കഴിഞ്ഞാലും നടക്കും തോന്നില്ല, ഒരു 10 ദിവസമെങ്കിലും വേണ്ടി വരും. അല്ലടാ ഈ കാറ് നീ എന്ത് ചെയ്തതാ? ഇതിൽ എവിടെയെങ്കിലും ഇനി ചെളങ്ങാനോ പൊടിയാനുണ്ടോ? നീ എന്താടാ ചെയ്തേ? അതിപ്പോ അടുത്ത കല്യാണം കഴിഞ്ഞ് അപ്പോ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ചെറുതായിട്ട് മൂഡ് വന്നതാ. എന്തായാലും ഒരു ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് വാ. എന്തായാലും ഒരാഴ്ച പറ്റില്ല, എന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാല് അവളെന്നെ കൊല്ലും. അല്ല ഭാര്യയായിട്ട് കാറ് പോകുമ്പോഴല്ലേ ഇങ്ങനെയായേ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? കാറ് പോയപ്പോഴാ സംഭവിച്ചെന്നല്ല പറഞ്ഞേ. അതിന് ഭാര്യയായിരുന്നു കാറിലുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അത് പെണ്ണ് വേറെയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ റോക്കി വന്നിട്ട് പറയുന്നത്, ചേട്ടാ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്നാൽ അച്ഛൻ, അല്ല 10 മിനിറ്റിൽ എങ്ങനെയാണ് ശരിയാക്കുക? അച്ഛൻ അറിയില്ല, കുറേയധികം പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്, ജസ്റ്റ് വാച്ച്. അങ്ങനെ ആ ഒരു കാറ് റിപ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ റൗഡിയുടെ അടിയാൾക്കാർ വരുന്നത്. അപ്പോൾ കാലിപ്പായ അച്ഛൻ പറയുന്നുണ്ട്, വീണ്ടും വന്നിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞതല്ലേ ഈ ഗരാജ് വെക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ലാന്ന്. അതിന് ഓൾറെഡി ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് ഒരു പേപ്പർ കാണിക്കുമ്പോൾ ആ ഒരു ഗരാജ് വിറ്റതിന്റെ എഗ്രിമെന്റ് അവർ ഫേക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ കാലിപ്പായുടെ അച്ഛൻ തന്റെ തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒറിജിനൽ ഡോക്യുമെന്റ് ഞാൻ എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോൾ റൗഡിയുടെ അസിസ്റ്റന്റിന്റെ കൂട്ടാളി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ ഇനി അയാൾ പോയിട്ട് ഒറിജിനൽ ഡോക്യുമെന്റ് കൊണ്ടുവന്നാല് നമ്മുടെ കഷ്ടപ്പാടൊക്കെ വെറുതെ പോലെ. എന്നാൽ അയാൾ പറയുന്നുണ്ട് അയാൾ ആ ഡോക്യുമെന്റ് കൊണ്ടുവരട്ടെ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അപ്പൊ തന്നെ കീറിപ്പറിച്ച് കളഞ്ഞാ പോരെ. എന്നാല് അവര് സംസാരിക്കുന്നൊക്കെ ആ ഒരു കാറ് റിപ്പയർ ചെയ്യുന്ന നമ്മുടെ റോക്കി കേൾക്കുന്നുണ്ടായിരുന്നില്ലേ. തന്റെ അച്ഛനായിട്ട് പണി വെക്കാൻ നോക്കിയാല് റോക്കി വെറുതെ വെക്കുവോ? ഒരു തന്നെ കഴുത്തിൽ ചെയിനിട്ടിട്ട് 3 വരെ ഞാൻ എണ്ണും, അതിനുള്ളില് എല്ലാം ഇവിടുന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും മര്യാദക്ക് നടന്നിട്ട് പോയില്ല. എന്നാല് അവന്മാര് റൗഡികളല്ലേ, ചിലപ്പോൾ എണ്ണ അറിയില്ലായിരിക്കും, ഓരോരുത്തരായിട്ട് വരികയാണ്. അങ്ങനെ എല്ലാത്തിനെയും റോക്കി എടുത്ത് പഞ്ചറാക്കുന്നുണ്ട്. അവസാനം ഞെട്ടും ബോൾട്ടും എടുത്തിട്ട് റൗഡീസ് ജീവനും കൊണ്ട് ഓടി തള്ളിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയുടെ അച്ഛൻ ഡോക്യുമെന്റുമായിട്ട് തിരിച്ചു നോക്കുമ്പോൾ അവിടെ റൗഡിയെയും ഗ്യാങ്ങിനെയും കാണാനില്ല. അല്ലടാ അവരെവിടാ? അവര് എന്തോ അർജന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. അതിൻ്റെ ഇടയിലെ ആ ഒരു പൊളിഞ്ഞ് പളീസായ കാറില്ലേ അങ്ങേർക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ റോക്കി കുറിച്ചിട്ട് ഫ്രണ്ടിനെ അറിയാലോ. അവൻ ചോദിക്കുന്നുണ്ട്, നീ ആരുടെ മേലെ കൈവച്ചെന്നറിയോ? ഈ നാട്ടിലെ റങ്കി റെഡ്ഡി എന്ന ഒരു ഗ്യാങ്സ്റ്ററുടെ ആളുകളെയാണ്. എന്നാൽ റോക്കി ഒരു കൂസലില്ലാതെ റങ്കി റെഡ്ഡിയുടെ ആളുകൾ അടിച്ചാല് അവരെന്ത് ചെയ്യാനാ? നേരിട്ടൊന്ന് പോയി കണ്ടാളയാം. റെഡ്ഡിയുടെ അച്ഛൻ മരിച്ച ചടങ്ങ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ റോക്കി ചോദിക്കുന്നുണ്ട്, ഇത്രയും പണവും പവറും ബംഗ്ലാവൊക്കെ ഉണ്ടായിട്ട് എന്തിനാടോ തനിക്ക് ചെറിയൊരു ഗരാജിന്റെ വില കണ്ണ്? റെഡ്ഡി സാറേ, എനിക്കും നിങ്ങൾക്കും ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ടാണ് എന്റെ ഈഗോ മാറ്റി വെച്ചിട്ട് നേരിട്ട് സംസാരിക്കാൻ വന്നേ. ആ ഗരാജ് അതെന്റെ മുത്തച്ഛന്റെ സ്വത്താണ്. ഞാൻ സാറിന്റെ കുറച്ച് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അവരിതിൽ വന്നില്ല അല്ലേ. അപ്പോൾ ഇനി ആ ഗരാജിന്റെ വില കണ്ണു വെച്ചാല് ആ ഭാഗത്തേക്ക് വന്നാല് നോർമലി റിപ്പയർ വരുന്ന ആളുകൾക്ക് ഞാൻ വണ്ടി റെഡിയായി കൊടുക്കാറാണ്. പ്രശ്നത്തിന് ഇനി ആരെങ്കിലും വന്നാല് എഞ്ചിനവിടെ കൂരിട്ടായിരിക്കും ഞാൻ തിരിച്ച് പറഞ്ഞയക്കുക. അങ്ങനെ പ്രസന്റിലെ മായ ചോദിക്കുന്നുണ്ട്, നിനക്കും നിന്റെ മുത്തച്ഛനെ പോലെ വായ അടക്കി വെക്കാൻ പറ്റില്ലല്ലേ? ആദ്യം തന്നെ അടിപിടി, അതിനുശേഷം സംസാരല്ലേ? അപ്പോഴാണ് അവരുടെ കാറിന്റെ പിന്നാലെ ഏതൊരുത്തൻ ബൈക്കിൽ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അവരത് നോട്ട് ചെയ്തിട്ടില്ല. അപ്പോ മായ, റോക്കി നിന്റെ ഫ്ലാഷ് ബാക്കിനിടയിൽ നിന്റെ ലവർ പ്രിയയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ആ കോളേജിലെ പ്രശ്നം കഴിഞ്ഞിട്ട് പിന്നീട് അവളെ നീ കണ്ടിട്ടേ ഇല്ലേ? അപ്പോഴാണ് പ്രിയയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് അവളൊരു ജോലിക്ക് ഇന്റർവ്യൂക്ക് വരികയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര ലേറ്റ്? അതായത് പ്രിയ നല്ല കഞ്ചൂസാണ്, അവള് ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ഇന്റർവ്യൂയുടെ സ്ഥലത്തെത്തിയപ്പോൾ ഇന്നെങ്കിലും ഒരു ക്യാബ് പിടിച്ച് കുറച്ച് നേരത്തെ വരാൻ പറ്റില്ല അല്ലേ? എന്തായാലും മാനേജറും നീയും സെറ്റാവും തോന്നുന്നുണ്ട്. അതെന്താ? കാരണം മാനേജറും നിന്നെ പോലെ തന്നെ ഒരു കഞ്ചൂസാ. അങ്ങനെ മാനേജർ മീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കാലിപ്പില് എന്താ അവൾ ഇത്ര ലേറ്റ്? അത് സാറേ വരുന്ന വഴിക്ക് കാറ് കംപ്ലൈന്റ് ആയിപ്പോയി. അല്ല നിന്റെ ഏരിയ എവിടെയാ? സാറേ ലങ്കമ്പള്ളിയാ. ആഹാ, അതേ സ്ഥലത്താണ് എന്റെയും വീട്. അപ്പോൾ നിനക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാലേ, നിനക്ക് ജോലി ഉറപ്പ്. അടുത്ത ആഴ്ച മുതൽ നിന്റെ കാറിൽ തന്നെ നമുക്ക് ഒരുമിച്ച് വരാല്ലേ? അപ്പൊ അവളാണെങ്കിൽ
കാറില്ല. അപ്പൊ മാനേജർ നിന്റെ കാറ് വേണ്ട, എന്റെ കാർ എടുത്താൽ മതി, നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ. എന്നാല് പ്രിയയുടെ അടുത്ത് കാറും ഇല്ല, അവൾക്ക് ഡ്രൈവ് ചെയ്യാനും അറിയില്ല. വായി കൊടുത്ത് പണി വാങ്ങിയ അവസ്ഥയായി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ അമ്മയോട് വിളിച്ചിട്ട് സങ്കടങ്ങൾ പറയാണ്. അപ്പൊ അമ്മ ഇനി എന്തെന്ന് ചെയ്യാൻ പോകുന്നേ? എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് പഠിക്കുക തന്നെ. ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാല് ഡെയിലി ഫ്രീ ആയിട്ട് നമ്മുടെ മാനേജറുടെ കാറിൽ തന്നെ ഓഫീസിൽ പോകാലോ. ബസ്സിന്റെ പൈസ ലാഭമാണ്. അപ്പോഴാണ് ആ ഒരു ബസ്സിൽ നമ്മുടെ റോക്കിയുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ 50% ഓഫിന്റെ ആ ഒരു ആഡ് കാണുന്നത്. അങ്ങനെ നേരെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നമ്മുടെ റോക്കിയുടെ ഫ്രണ്ടിന്റെ അരികിലേക്ക് വന്നിട്ട്, അല്ല ചേട്ടാ, ഓഫർ 50%ൽ നിന്ന് ഒരു 30% ആക്കാൻ പറ്റുമോ? ഒരു 3000 ചെയ്യാൻ പറ്റില്ല മാഡം. നിങ്ങൾക്ക് പുറത്തു പോയാല് 10,000 കുറച്ച് ആരും ചെയ്തു തരില്ല, വേണമെങ്കിൽ മതി. അങ്ങനെ അവസാനം ഫീസും കൊടുത്തിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ റോക്കി പ്രിയെ കാണുന്നേ. അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എത്ര നാളെ കണ്ടിട്ട്? അല്ല റോക്കി നീ എന്താ ഇവിടെ? ഇത് എന്റെ ഗാരേജ് അല്ലേ? അപ്പൊ കലിപ്പായ പ്രിയ എന്റെ പൈസ തിരിച്ചോണ്ടാ, എനിക്ക് ഒരു ഡ്രൈവിംഗ് പഠിക്കണ്ട. അല്ല കോളേജിൽ നടന്ന കാര്യം നീ ഇതുവരെ മറന്നിട്ടില്ല? പിന്നെ പൈസ ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാല് മാർക്കറ്റിൽ ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ഡാമേജ് ആവും. ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ നിനക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാം. നിന്നെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഡേ ആൻഡ് നൈറ്റ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 7 മണിക്ക് തന്നെ പിക്ക് ചെയ്യാൻ വന്നിരിക്കണം. റോക്കി സമ്മതിക്കാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ പങ്ക്ച്വലായിട്ട് നേരത്തെ പോയിട്ട് പ്രിയക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാണ്. ആ ഒരു സീനൊക്കെ ഒരു പാട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പതിയെ പതിയെ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാവാണ്. അങ്ങനെ കുറെ നാളായിട്ട് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് രാജേഷിന്റെയോ അതുപോലെ ലവർ പ്രിയയുടെ വീട്ടിലേക്ക് ഹീറോ പോയിട്ടില്ലല്ലോ. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ പ്രിയയുടെ അനിയത്തി സിന്ധു ആണുള്ളത്. രാവിലെ മുതൽ പ്രിയ ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നിട്ടില്ലല്ലോ. അത് ഓഫീസിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്കുള്ള ബസ്സിന് ചേച്ചി വരും. അപ്പൊ ഫ്രണ്ട്, ആഹാ ആ ഒരു കഞ്ചൂസുകാരെ ഒഴിവാക്കിയിട്ടില്ലല്ലേ, മുമ്പ് ഒരു ക്യാബ് പിടിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അനിയത്തി സിന്ധു, എന്റെ ചേച്ചി മുൻപ് ഇങ്ങനെ കഞ്ചൂസൊന്നും ആയിരുന്നില്ല. 6 മാസം മുമ്പ് എന്റെ ചേച്ചി മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും, അച്ഛൻ, അമ്മ, ഏട്ടൻ, അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അച്ഛന് നെഞ്ചുവേദന വരുന്നതോ അച്ഛൻ ഞങ്ങളെ വിട്ടുപോകുന്നതോ. അതിനുശേഷം കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായി. എന്നാൽ കുടുംബം നോക്കണ്ട, എന്റെ ഏട്ടനാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, ഏട്ടന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാരാബ്ധത്തിന്റെ മേലെ പ്രാരാബ്ധമായപ്പോ എല്ലാം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് താങ്ങാനാവാതായപ്പോ എന്റെ ചേച്ചി കുടുംബത്തിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതാണ്. അതായത് ഏട്ടനെ പ്രതീക്ഷിച്ചിട്ടോ വേറെ ആരും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേളായിട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാണ്. എന്നാൽ ആ ഒരു സാലറി കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക? അങ്ങനെ വല്ലാതെ സ്ട്രഗിളിലായപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്വർണം പണയം വെക്കാന് ചേച്ചി നോക്കിയപ്പോഴാണ് ഒരു ഗോൾഡ് പോലും ഉണ്ടായിരുന്നില്ല. വീട് മുഴുവൻ തേടിയിട്ടും കിട്ടിയില്ല. അപ്പോഴാണ് രാത്രി സമയമായപ്പോൾ ഏട്ടൻ രാജേഷും ഫ്രണ്ടും വരുന്നത്. ഇനിയിപ്പോ ഏട്ടൻ എടുത്തിട്ടുണ്ടാവോ? വീട്ടില് സ്വർണം ഏട്ടൻ എടുത്തിരുന്നോ? അപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തന്നേക്കാം. എന്തിനെടുത്ത്? നീ എന്താ കുടുംബത്തിലെ വലിയ ആളായി പോയോ? അപ്പോൾ അറിയാതെ പ്രിയ കൈയോർത്തി പോവാണ്. കുടുംബം നോക്കാനോ പറ്റുന്നില്ല. എന്നിട്ട് ചെയ്ത തെറ്റ് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതുപോലും പറയാൻ പറ്റില്ല. എന്നാൽ രാജേഷ് മറുത്തൊന്നും പറയാതെ ദേഷ്യത്തില് റൂമിലേക്ക് കയറിപ്പോയതാണ്. എന്നാൽ ചേച്ചിയുടെ ബിഹേവിയർ ആണോ ചേട്ടൻ അത്രക്ക് ഹേർട്ട് ചെയ്തെന്നറിയില്ല. എന്തൊക്കെ ഏട്ടന്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ ഏട്ടൻ തന്റെ ജീവൻ ഒടുക്കിയതാണ്. അങ്ങനെ അച്ഛനും ഏട്ടനും ഇല്ലാതായപ്പോ പിന്നെ കുടുംബത്തിന്റെ മുഴുവൻ പ്രാരാബ്ദവും ചേച്ചിയുടെ മാത്രം ചുമലായി. സ്വന്തം ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുപ്പിച്ച് അങ്ങനെയാണ് ചേച്ചി ഒരു കഞ്ചൂസായി മാറിയത്. പ്രിയയുടെ മറിഞ്ഞിരുന്ന ജീവിതത്തെക്കുറിച്ചും സങ്കടങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ റോക്കിക്ക് സഹിക്കാൻ പറ്റിയില്ല. മരണപ്പെട്ടത് നമ്മുടെ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? കണ്ണു നിറഞ്ഞിറങ്ങുമ്പോൾ പ്രിയ അങ്ങോട്ട് വരികയാണ്. അവളോടൊന്നും പറയാൻ പറ്റാതെ തന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഇല്ലേ പ്രിയയ്ക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ല പ്രിയ നിന്റെ മുഖത്തെന്തോ ഒരു സങ്കടം പോലെ, ഓഫീസില് വർക്കിലോട് കൂടുതൽ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? അപ്പൊ അവളാണെങ്കിൽ നീ അഭിനയിച്ചോ, പക്ഷെ ഓവർ ആക്ടിങ് ഇറക്കണ്ട. അതിന് ഞാനെന്തോ ഓവർ ആക്ടിങ് കാണിച്ച് ഇന്നലെ എന്തിനാ നീ എന്റെ വീട്ടിൽ വന്ന്? അത് അവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോ ഒരു ഫ്രണ്ടും ബാക്കും ഇല്ല. അപ്പോഴാണ് കയ്യില്ലാത്ത ഒരു പിച്ചക്കാരൻ വന്നിട്ട് ഹീറോയോട് പൈസ ഒതുക്കുന്നത്. അപ്പൊ ഹീറോ പൈസയൊന്നും ഇല്ല. എന്നാലും പ്രിയ പൈസ കൊടുക്കുന്നില്ലെങ്കിലും കളിയാക്കണോ? അവൻ അഭിനയിക്കുക, നിന്നെ പറ്റിക്കുക. കയ്യില്ലാതായാല് നിനക്കൊക്കെ ആ വേദന അറിയുള്ളൂ. അങ്ങനെ പ്രിയ പേഴ്സ് എടുത്തിട്ട് അവന് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ അവനെ വേഗം അടിച്ചു മാറ്റിയിട്ട് വേറൊരു ഫ്രണ്ട് ബൈക്കിൽ കാത്തുക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി അവിടുന്ന് സ്കൂട്ടാവാണ്. അപ്പോൾ കണ്ണും തള്ളി പ്രിയ ഇരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ റോക്കിയുടെ ഭാഗത്തും ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ ആക്സിലേറ്ററും ക്ലച്ചൊക്കെ ഇല്ലേ, അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാണ്. എന്നാൽ പ്രിയയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രിയ ആണെങ്കിൽ നീ മാറിയിരിക്കുന്നു. അതേപ്പോൾ നമ്മൾ സവാരി പോകണല്ലോ, നല്ല ടൈമുണ്ട്, നീ ശ്രദ്ധിച്ച് ഓടിക്കേ. അങ്ങനെ എങ്ങനെയൊക്കെയോ പ്രിയ ആ സ്റ്റെയറിംഗ് കൺട്രോൾ ചെയ്യാൻ നോക്കാണ്. എന്നാൽ അതിനിടയിൽ ഏതൊരു വണ്ടിക്കാരൻ ഇടിച്ചൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ റോക്കി അയാൾക്ക് പൈസയും കൂടി സെറ്റിൽ ചെയ്തിട്ട് ഏകദേശം അവന്മാരെ ലോക്കാനാവുമ്പോൾ അവര് വേറെ 2 പയ്യന്മാരെ ബൈക്കിൽ വിളിച്ചു വരുത്തിയിട്ട് ആ പേഴ്സ് പാസ് ചെയ്യാണ്. അങ്ങനെ അവസാനം അവന്മാരെ ഇടിച്ച് താഴെ ഇട്ടിട്ട് ആ ഒരു ബാഗ് നമ്മുടെ പ്രിയയുടെ കയ്യിൽ കൊടുക്കാണ്. ശരിക്ക് ബാഗ് ചെക്ക് ചെയ്തോ, അതിൽ നിന്റെ ഗോൾഡോ പൈസ എന്തെങ്കിലും പോയിട്ടുണ്ടോന്ന്? അതിന് ഗോൾഡൊന്നുമില്ല. അങ്ങനെ ബാഗ് ചെക്ക് ചെയ്തിട്ട് അവസാനം അവളൊരു 300 എടുത്തിട്ട് പറയാണ്, ഹാവ് പൈസ ഉണ്ട്. അപ്പൊ റോക്കി തന്റെ കാറിൽ നോക്കുമ്പോൾ
കാർ പൊളിഞ്ഞ് പഞ്ചറായിട്ടുണ്ട്. 300 രൂപയ്ക്ക് 30,000 രൂപയുടെ പണി. ഇനിയിപ്പോ ഞാൻ എന്റെ കാറിലെടുക്കണല്ലോ. അങ്ങനെ നമ്മുടെ റോക്കി സങ്കടമൊക്കെ മായോട് പറയുമ്പോൾ അതേ സമയത്ത് പ്രിയയില്ലേ അവളുടെ കമ്പനിയിലേക്ക് പോകുമ്പോൾ മാനേജർ ഏതോ ഒരുത്തനായിട്ട് അങ്ങനെയുടെ കാറ് സ്ക്രാച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് കട്ട കലിപ്പിലാണ്. അതുകൊണ്ട് ഇപ്പോ പ്രിയ മാനേജറോട് സാറേ ഇത് ചെറിയ ചെളുക്കല്ലേ, ഇതിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കണോ? നിനക്കറിയാറ്റ മോളെ ആ ഒരു ടെന്റ് മാറ്റണമെങ്കിൽ 5,000 രൂപ ഇറക്കണം. അപ്പോഴാണ് പ്രിയ ഓർക്കുന്നത് ഒരു ചെറിയ ടെന്റിന് 5,000 ആണെങ്കിൽ കഴിഞ്ഞ ദിവസം റോക്കിയുടെ കാറ് മുഴുവനായിട്ട് പഞ്ചറാക്കിയില്ലേ, അപ്പോൾ അതിന് എത്ര പൈസ ചെലവായിരിക്കും? അങ്ങനെ അടുത്ത ദിവസം പ്രിയ ഡ്രൈവിംഗ് ക്ലാസ്സിനെത്തിയപ്പോൾ അവള് കുറച്ച് പൈസ റോക്കി കൊടുത്തിട്ട് നിന്റെ കാറ് റിപ്പയർ ചെയ്യാൻ വെച്ചോ, ഇനി ബാക്കി എത്ര വേണ്ടത് അത് മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തന്ന് വീട്ടിക്കോളാം, നീ പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ റോക്കിക്ക് വല്ലാതെ സങ്കടമായിട്ട്, അല്ല നീ ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? ആരും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഔദാര്യം ചെയ്യണ്ട, വീണ്ടും എന്റെ സിറ്റുവേഷൻ യൂസ് ചെയ്യാനല്ലേ നിന്റെ പ്ലാന്. അപ്പൊ റോക്കി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് അറിയുന്നില്ലേ. അത് കേട്ടപ്പോൾ റോക്കി കലിപ്പായിട്ട് കാറ് ഒരു സൈഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നീ ഇറങ്ങ്, നീ കരുതുന്ന പോലെയല്ല, എപ്പോഴും നീ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നീ ധരിച്ചാലോ? ബാക്കിയുള്ളവർ പറയുന്ന കൂടി ഒന്ന് കേക്ക്. നീ കരുതി വെച്ചിട്ടില്ലേ നിന്റെ ഏട്ടൻ മരണപ്പെട്ടതിന് നീയാണ് കാരണമെന്ന്? എന്നാൽ സത്യം അതല്ല. നിന്റെ ഏട്ടനെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഭീരുക്കളെ പോലെ അവൻ ആ തീരുമാനമെടുത്ത്. അതിന് നീയാണ് കാരണമെന്ന് ഇവിടെ ആരും കരുതുന്നില്ല, ഞാനോ നിന്റെ കുടുംബമോ. നീയായിട്ട് വെറുതെ നിന്റെ മനസ്സിനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണ്ട. നിനക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഴയൊരു നിന്നെ ഓർമ്മയുണ്ടോ? ആ ഒരു പ്രിയയിൽ നിന്ന് ഇപ്പോഴത്തെ പ്രിയ എങ്ങനെയാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ നിന്റെ മനസ്സിൽ നിന്ന് എല്ലാത്തിനും നീയാണ് കാരണം എന്നുള്ള ആ ചിന്ത എടുത്തു കളഞ്ഞാൽ തന്നെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. നിന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രണയിച്ചില്ലേ, പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട് ഹീറോർന്ന് പോവാണ്. അങ്ങനെ പതിയെ പതിയെ പ്രിയ അവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ എടുത്തു കളയാണ്. അങ്ങനെ റോക്കിയോട് അവൾക്ക് പഴയ ആ ഒരു പ്രണയം വീണ്ടും സ്റ്റാർട്ടാവാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പഴയ ആ ഒരു പ്രിയായിട്ട് അവൾ തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ റോക്കിയിലെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഏതൊരു ടിക്കറ്റും വാങ്ങിയിട്ട് നേരെ ഗരേജിലേക്ക് വരുമ്പോൾ അച്ഛനാണെങ്കിൽ നൈറ്റും വർക്കിലാണ്. അല്ല അച്ഛാ കുറച്ചു നേരം റെസ്റ്റ് എടുത്തൂടെ? അതിന് നിന്നെപ്പോലെ വെറുതെ ഇരിക്കാനേ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അച്ഛനോട് ഒന്നും മാറിക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ടിക്കറ്റ് എടുത്ത് കൊടുക്കാണ്. എന്താണിത് നോക്കുമ്പോൾ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പോകാനുള്ള ടൂർ ടിക്കറ്റാണ്. എല്ലാ കാര്യങ്ങളും അവർ നോക്കിയോളൂ. അപ്പൊ അച്ഛൻ അല്ലെ ഗരാജോ? അയ്യോ അതിനിത് ആരും എടുത്തിട്ട് പോകില്ല. അച്ഛൻ പോയിട്ട് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് ആഗ്രഹം തീർത്തിട്ടു. അങ്ങനെ സന്തോഷത്തില് ഹീറോയുടെ അച്ഛനില്ലേ ഒരു കാറിന്റെ അരികിൽ പോയിരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ സെറ്റിൽ ആവരുത്, തിരിച്ചു വരണം, ഞാനോട് ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ മായ അവസാനം അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റിയില്ലേ. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് തന്റെ അച്ഛനെ വിളിച്ചു നോക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ജീവനോട് ഉണ്ടായിരുന്നപ്പോൾ അച്ഛന്റെ ആ ഒരു മഹത്വം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ വിട്ടുപോയപ്പോഴാണ് ഞാനത് അറിയുന്നത്. അച്ഛനിപ്പോൾ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ വിട്ടുപോയെന്ന് പോലും എൻ്റെ ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. അപ്പോൾ മായ റോക്കി ഹഗ് ചെയ്തിട്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഇതിൽ നിന്റെ ഒരു തെറ്റുമില്ല, നിനക്ക് ആരുമില്ല നീ കരുതരുത്, നിനക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചേ? അങ്ങനെ അച്ഛൻ തന്നെ വിട്ടുപോയ ആ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ചില ആളുകൾ ഗരേജിലേക്ക് വന്നിട്ട് വേദന അടച്ചുപൂട്ട് എല്ലാരും പുറത്തു പോ. അപ്പൊ റോക്കി ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് എന്റെ ഗരാജിൽ നിന്ന് ഞാൻ എന്തിനാ പോന്നെ? നിന്റെ ഗരാജോ? ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. കുറെ ആയിട്ട് നോട്ടീസ് അയച്ചിട്ടും ഒരു റെസ്പോണ്ടും ഇല്ലല്ലോ. അങ്ങനെ ഗരാജിന് സീൽ വെക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ സാറ് ഒരു നോട്ടീസ് എനിക്ക് കിട്ടിയിട്ടില്ല, അതൊക്കെ നിങ്ങൾ കോടതി പോയി പറഞ്ഞാൽ മതി. അപ്പോൾ വല്ലാതെ കലിപ്പായിട്ട് റോക്കി കയ്യിൽ ആയുധം എടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ റൗഡി റെഡ്ഡിയിലെ അങ്ങേരി വരികയാണ്. എന്നിട്ട് കൂട്ടാളികളോട് പറയുന്നുണ്ട് നാളെ തന്നെ പൊളിച്ചിട്ട് പണി തുടങ്ങിക്കോ. അപ്പൊ റോക്കി സാറേ നല്ലതിനല്ല. ആഹാ നിന്നോട് ആളെ അയച്ചിട്ട് ഞാൻ പറഞ്ഞു, പൈസ തന്നിട്ടും പറഞ്ഞു, എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ വേറെ വഴി നോക്കണ്ടേ? ഇപ്പൊ നിനക്ക് എന്ത് സംഭവിച്ചു? കയ്യിലെ പൈസയും പോയി സ്ഥലവും പോയില്ലേ? അപ്പൊ റോക്കിക്ക് വല്ലാതെ കലിപ്പാവുന്നുണ്ട്. പല്ലൊന്നും കടിച്ചമർത്തണ്ട, അടുത്ത 1 മണിക്കൂറിൽ ഈ ഗരാജ് ഞാൻ പൊട്ടിയാക്കും. അപ്പൊ ഹീറോയുടെ മനസ്സിലോടുന്നത് തന്റെ അച്ഛന്റെ വാക്കുകളാണ്. അതായത് തന്റെ ആഗ്രഹങ്ങൾ പോലും മറച്ചു വെച്ചിട്ട് ഈ ഗരാജിന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ റോക്കിയിലെ മനസ്സിറങ്ങിയിട്ട് സാറേ അവരോട് പൊളിക്കരുതെന്ന് പറ, ഏതോ ഒരു സമയത്ത് പ്രഷറിൽ ഞാൻ ചെയ്തു പോയതാ, ഈ ഗരാജ് എന്റെ അച്ഛന്റെ ജീവനാണ്. അപ്പൊ റെഡ്ഡി ആണെങ്കിൽ തന്റെ അടയാളിനോട് ഇവന് കുറച്ച് ആമ്പേറിടുന്ന് കരുതിയിട്ട് യന്ത്രം കെഞ്ചുന്നേ, അല്ല മോനെ നിന്നെപ്പോലെ എല്ലാരോടും ഞാൻ ക്ഷമിക്കാൻ നിന്നാല് പിന്നെ എന്റെ ബിസിനസ് ഞാനങ്ങനെ ചെയ്യാം, ഇതിൽ എന്റെ ലാഭം 25 ലക്ഷമാണ്, അത് വെറുതെ കളയാനാ. അങ്ങനെ അത് പൊളിക്കാൻ നോക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് സാറേ 25 ലക്ഷം ഞാനങ്ങ് തന്നേക്കാം, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ ലോലിറ്റ് നഷ്ടപ്പെടില്ലേ. അങ്ങനെ തിരിച്ചു വന്നിക്കുമ്പോൾ സാറേ 50 ലക്ഷം തന്നേക്കാം. ആഹാ അങ്ങനെ കൂട്ടാളികളോട് 1 മിനിറ്റ് നിൽക്ക്. അങ്ങനെ നമ്മുടെ റോക്കിയിലെ ആ ഒരു പൈസ കളക്ട് ചെയ്യാനായിട്ട് എല്ലാ വാതിലും മുട്ടി നോക്കുകയാണ്. പക്ഷേ ഒരു വഴിയും കണ്ടില്ല. അങ്ങനെ മായോട് പറയുന്നുണ്ട് ആ റെഡ്ഡി തന്ന ഡെഡ് ലൈന് നാളെ തീരാൻ പോവാണ്, ഇതുവരെ ഒന്നും ആയില്ല. അവസാനം ഒരു ബാങ്ക് ലോൺ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഫ്രണ്ട് ബബലുവിനെ ബാങ്കിലേക്ക് അയച്ചത്. അപ്പോഴാണ് ബബലു ഫോൺ ചെയ്യുന്നത്, റോക്കി ആ ഒരു ലോണ് ബാങ്ക് റിജക്ട് ചെയ്തു. അല്ല അവസാന നിമിഷം എന്തെങ്ങനെ ആ ഒരു ലാൻഡിൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ റിജക്ട് ചെയ്തത്. അപ്പൊ റോക്കി മേഡം അർജന്റ് പോണെന്ന് പറഞ്ഞിട്ട് മായ അവിടെ ആക്കിയിട്ട് തന്റെ കാർ എടുത്തിട്ട് വേഗത്തിൽ എങ്ങോട്ട് പോവാണ്. നേരെ ഗരേജിലേക്ക് പോയി നോക്കുമ്പോൾ ഓൾറെഡി ആ ഒരു റെഡ്ഡിയിലെ തന്റെ ആൾക്കാരെ കൊണ്ട് ഗരേജ് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തന്നെ ഹീറോ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അപ്പോൾ
പോലീസുകാർ വന്നിട്ട് റോക്കിയുടെ കോളറിന് പിടിച്ചിട്ട് പോലീസിന് മുമ്പ് തന്നെ നീ എന്താ മസിൽ കാണിക്കുക? അപ്പോൾ റെഡിയോട് പൊളിക്കരുതെന്ന് പറ. 10 ദിവസം കഴിഞ്ഞില്ലേ, പൈസ വന്നിട്ടില്ല. അപ്പോൾ റോക്കിയിലെ ഉള്ളിൽ പോയിട്ട് ഒരു 10 ലക്ഷം എടുത്തിട്ട് റെഡി കൊടുക്കുകയാണ്. ഇത് 10 ഉണ്ട്, ബാക്കി ഞാൻ റെഡിയാക്കി തരാം. അപ്പോഴാണ് മായ നിർത്താതെ ഫോൺ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ വേറെ പണിയില്ല. അങ്ങനെ അവൾ ഫോൺ കട്ടിയാണ്. ഞാനൊരു ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയ ഉടൻ തന്നെ ബാക്കി പൈസ തന്നേക്കാം. എന്നാലും റെഡി പറഞ്ഞ വാക്ക് നീയല്ലേ ലംഘിച്ചേ, ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. അങ്ങനെ പൊളിക്കാൻ തുടങ്ങാണ്. അങ്ങനെ എല്ലാ പ്രതീക്ഷയും വിട്ടിട്ട് ഒരു നോക്കൂത്തിയെ പോലെ അങ്ങനെ ആ ഒരു കാഴ്ച നോക്കി നിൽക്കുമ്പോൾ വീണ്ടും മായ വിളിക്കാണ്. അപ്പൊ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് നിനക്ക് എന്താ വേണ്ടേ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിന്റെ അച്ഛൻ മരണപ്പെടുന്നതിന് മുൻപ് അച്ഛന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു. അതിന്റെ ക്ലെയിം എമൗണ്ട് 2 കോടിയാണ്. അപ്പോൾ ഓക്കെ മാഡം, ഒരു മിനിറ്റ്, ഫോൺ കട്ടിയല്ലേ. അങ്ങനെ നേരെ റെഡിയുടെ അരികിൽ പോയിട്ട് സാറേ പൈസ റെഡിയാണ്, എന്റെ അച്ഛന്റെ പേരിൽ 2 കോടിയുടെ ഇൻഷുറൻസ് ഉണ്ട്, ഒരു 2 ദിവസം തന്നാല് ഉറപ്പായിട്ടും നിങ്ങളുടെ പൈസ തന്നേക്കാം. അപ്പൊ റെഡി നീ എന്താ ഡ്രാമ ഇറക്കുക? സാറേ ഡ്രാമയൊന്നുമല്ല. അങ്ങനെ മായോട് നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പോൾ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, 2 കോടിയുടെ ഇൻഷുറൻസ് നിന്റെ അച്ഛന്റെ പേരിലുണ്ട്. സാർ ഒരു 10 ദിവസത്തില് ഞാൻ ആ പൈസ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ ഗാരേജും അതുപോലെ എന്നെയും ഇതിന് കൂടെ തന്നെ കുഴിച്ചു മുടിക്കും. അപ്പൊ റെഡി ഇനിയെങ്ങാനും ചീറ്റാനാണ് പ്ലാനെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഞാനോ എന്റെ ആൾക്കാരോ വരില്ല, ഒരു ബോംബ് വരും, ഇത് മൊത്തം ബ്ലാസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു 10 ലക്ഷം എടുത്തിട്ട് റെഡി അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മായ വരുന്നത്. അല്ല ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നീ ഇത് ഫോൺ കട്ട് ചെയ്തേ. നിന്റെ അച്ഛന്റെ പേരിൽ 2 കോടിയുണ്ട്, എന്നാൽ അതിലൊരു പ്രശ്നമുണ്ട്. അതിന്റെ നോമിനി ആയിട്ട് നീയല്ല, വേറെ ഒരാളുടെ പേരാണ്. അപ്പോൾ ആ പൈസ നിനക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അത് രാജേഷ് എന്ന ഒരാളുടെ പേരിലാണ്. എന്നാൽ നമ്മുടെ ഹീറോയുടെ പേര് രാകേഷ് എന്നാണ്. അതാണ് ഹീറോ റോക്കി എന്ന് സ്റ്റൈലായിട്ട് മാറ്റിയത്. രാജേഷ് എന്ന ആരെയും ഹീറോയ്ക്ക് അറിയൂല. അപ്പമായ ഇനിയിപ്പോ നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആരെങ്കിലും എന്റെ മുത്തച്ഛന്റെ നാക്കുകൊണ്ട് നാടോട്ട് ഓടി വന്നതല്ലേ, ഒരു കുടുംബവും ഇല്ല. ഇനിയിപ്പോ നിന്റെ അച്ഛന് വേറെ ഏതെങ്കിലും ഒരു ഭാര്യയോ കുട്ടികളോ ഉണ്ടെങ്കിലോ? എന്റെ മേഡം, എനിക്ക് എന്റെ അച്ഛനെ അറിയുന്നതല്ലേ. അച്ഛനെ കരേജെന്ന് എവിടെയും പോയിട്ടില്ല, അതിനിടയിൽ എവിടുന്ന ഒരു ഭാര്യയും കുട്ടികളൊക്കെ. അപ്പമായ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഈ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്തപ്പോ നോമിനിയുടെ പേര് രാകേഷ് എന്നുള്ളത് രാജേഷ് എന്ന് ചിലപ്പോ മാറി ടൈപ്പ് ചെയ്താണെങ്കിലോ? അപ്പൊ റോക്കി അങ്ങനെയാണെങ്കിൽ ആ ഒരു എറർ മാറ്റിയിട്ട് ആ ഒരു പൈസ ഒന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ? അതിന് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ അച്ഛൻ മരണപ്പെടുന്നതിന് മുൻപായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനിയെങ്ങാനും നമ്മൾ ട്രൈ ചെയ്താല് അവസാനം നമ്മൾ ഫ്രോഡ് കളിച്ചെന്ന് പറഞ്ഞിട്ട് പോലീസ് നേരെ ജയിലിൽ കൊണ്ടിടും. അല്ല മേഡം, അവസാനം ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ വന്നിട്ട് ആകെ ഒരു വഴി മുമ്പിലുള്ളപ്പോ തള്ളി താഴെയിടല്ലേ, എന്തെങ്കിലും വഴി പറ. അപ്പമായ ഞാൻ എന്റെ ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജറോടൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ മാനേജറെ വിളിപ്പിച്ചു നോക്കുമ്പോൾ അങ്ങേരാണെങ്കിൽ മായയുടെ മുഖത്തൊന്നും കണ്ടെടുക്കുന്നില്ല. അപ്പൊ ഓക്കെ സാറേ നോക്കിയത് മതി. എന്ത് പേപ്പർ നോക്കിയത്? എന്താണ് നിന്റെ പ്രശ്നം? അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ ഒരു വഴിയില്ല, എനിക്കൊന്നും ജയിലിൽ പോകാൻ പറ്റില്ല, 2 കോടിയുടെ കേസാ. നീ ഫോണിൽ എന്നോട് കൊഞ്ചി സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിക്കണ്ടായിരുന്നു. അപ്പമായ ഒന്ന് ട്രൈ ചെയ്യ്. പറ്റില്ലാന്ന്. ഇതിനു മുമ്പ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് എന്തോ ഒരു ഉടായ്പ ചെയ്തിട്ട് ഇതുപോലെ ഒരു എറർ മാറ്റിയിട്ട് അവന് ക്ലെയിം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്റെ ഫ്രണ്ടിനും അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കമ്പനിയിൽ നിങ്ങൾ ചെയ്ത ഫ്രോഡ് എക്സ്പോസ് ചെയ്യും. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാലേ. നിങ്ങൾക്ക് ആ ഒരു ഡാറ്റാബേസിൽ ആക്സസ് ഇല്ലേ, ഒന്ന് ചേഞ്ച് ചെയ്യ്. അങ്ങനെ പെട്ടെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മുകളിൽ ഒരുത്തനില്ലേ, കഴിഞ്ഞ പ്രാവശ്യം അവന് 5 ലക്ഷം കൊടുത്തിട്ടാണ് അവൻ സമ്മതിച്ചത്. ഈ പ്രാവശ്യം എത്ര ചോദിക്കുന്ന അറിയില്ല. അപ്പോൾ റോക്കി പൈസ ഞാൻ അറേഞ്ച് ചെയ്യാം, നിങ്ങൾ ബാക്കി കാര്യം നോക്ക്. അങ്ങനെ റോക്കിക്ക് പരിചയമുള്ള പലരെയും വിളിച്ചു നോക്കുന്നുണ്ട് ആ ഒരു 5 ലക്ഷത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആരെടുത്തൊന്നും 1 രൂപ പോലും കിട്ടുന്നില്ല. അപ്പോഴാണ് പ്രിയയല്ലേ നമ്മുടെ ഹീറോയെ കാണാൻ ഗരാജിലേക്ക് വരുന്നത്. എന്നിട്ട് അവളുടെ ആകെ സേവിങ്സ് 5 ലക്ഷം എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ മായ മാനേജറും റോക്കി കാത്തു വെക്കുമ്പോൾ നമ്മുടെ ഹീറോ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ നാളെ തന്നെ നിന്റെ പ്രശ്നം റെഡി ആയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് നമ്മുടെ പ്രിയ വിളിക്കുന്നത്. ഞാൻ നമ്മുടെ ഫ്രണ്ട് അപൂർവയുടെ കല്യാണത്തിന് പോവാണ്. ഹീറോയുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നില്ലേ. അങ്ങനെ 2 പേരും പോയിട്ട് അവർ മാരേജ് അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം മായല്ലേ റോക്കിയെ കാണാൻ മെക്കാനിക് ഷെഡിലേക്ക് വരുമ്പോൾ അവളുടെ മുഖത്തെന്തോ ഒരു സങ്കടം പോലെ. എന്താ പറ്റിയേ? അപ്പോൾ അവളൊരു പേപ്പർ കൊടുക്കുകയാണ്. എന്താ പറ്റിയേ? ആ ഒരു നെയിം നോക്കുമ്പോൾ പേര് മാറിയിട്ട് നമ്മുടെ ഹീറോയുടെ പേരായിട്ടുണ്ട്. മേഡം, എന്റെ ജീവൻ തന്നെ കയ്യിൽ നിന്ന് പോയി. അപ്പമായ നിനക്ക് മാത്രമാണോ പ്രാങ്ക് ചെയ്യാൻ അറിയാം? എപ്പോഴാ പാർട്ടി? അങ്ങനെ ഒരു പാർട്ടിയും സെറ്റാണ്. അങ്ങനെ എല്ലാ പ്രശ്നവും തീർന്നില്ലേ. ഇനിയിപ്പോൾ 2-3 ദിവസത്തിൽ പൈസ അക്കൗണ്ടിൽ വരും. അങ്ങനെ ഒരു കാത്തു നിൽക്കുമ്പോഴാണ് അടുത്തൊരു പണി വരുന്നത്. അതായത് ഫ്രോഡ് വഴിയിലൂടെയല്ലേ അവർ പേര് ചേഞ്ച് ചെയ്തത്. ആ ഒരു രഹസ്യം ഒരു മൊട്ട പോലീസുകാരൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ മാനേജർ എടുത്ത് പഞ്ഞു കിട്ടിരിക്കുകയാണ്. അപ്പോൾ റോക്കിയും മായ മാനേജർ കാണാൻ വരുമ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അങ്ങനെ മൊട്ട പോലീസുകാരോട് പറയുന്നുണ്ട്, സാറേ ഇത് ശരിക്കും റോക്കിയുടെ അച്ഛന്റെ ഇൻഷുറൻസ് തന്നെയാണ്, നോമിനി പേര് ചെറുതായി മാറിപ്പോയതാ. എല്ലാ തെറ്റും ചെയ്തിട്ട് അവസാനം ന്യായീകരണം. നിന്റെ അച്ഛൻ തന്നെയാണെങ്കിൽ നിനക്ക് നിയമപരമായിട്ട് പോയിരുന്നല്ലോ, എന്തിനാടാ ഇല്ലീഗൽ വഴി സ്വീകരിച്ചേ? അതിലും തന്നെ ഉറപ്പല്ലേ നീ കൂടായിപ്പാന്ന്? അല്ല സാറേ, ശരിക്കും എന്റെ അച്ഛന്റെ ഇൻഷുറൻസ് പോളിസി തന്നെയാ. അപ്പൊ പോലീസുകാരൻ കാലിപ്പായിട്ട് ഗണ്ണ് പുറത്തെടുത്തിട്ട് നീ എന്താ കരുതിയേ ഞാൻ നിന്റെ ഗരേജിലെ ജോലിക്കാരാന്നാ? മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ തുണിയില്ലാതെ ഓടിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും 7 വർഷം ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ മായ ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടേ? ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ? അപ്പൊ മാനേജർ, നിനക്കെന്താ കിളി പോയിട്ടുണ്ടോ? അങ്ങയുടെ കയ്യിൽ ഗണ്ണ് കാണുന്നില്ലേ? ഇങ്ങനെ അത്രക്ക് സത്യസന്ധനാണെങ്കിൽ ഫ്രോഡ് ചെയ്തെന്ന് ഉറപ്പായപ്പോൾ തന്നെ ഇങ്ങനെ നേരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലീസായിട്ടല്ലേ വരേണ്ടിയിരുന്നത്, അല്ലാണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിനാ. അപ്പോൾ അങ്ങേർക്കും എന്തോ ആവശ്യമുണ്ട്. അപ്പോൾ സാറ് കാര്യം പറ. ആഹാ, നീ കൊള്ളാലോ, നിനക്ക് വേഗം കാര്യം മനസ്സിലായില്ലേ? അതായത് എനിക്ക് 20%, അതായത് 40 ലക്ഷം വേണം. അത് പെട്ടെന്നൊന്നും വേണ്ട, ഒരാഴ്ചക്കുള്ളിൽ തന്നാൽ മതി. അപ്പോൾ ഓക്കെ സാറേ, എന്തായാലും
പൈസ തരാം. എനിക്ക് ആ 2 കോടി ഉടനെ കിട്ടുമല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ തന്നാ പോരെ. നിനക്ക് എന്നെ കാണുമ്പോൾ കിളിവാര പോലെ തോന്നുന്നുണ്ടോ? 2 കോടി നിന്റെ കൈ കിട്ടിയാലേ പിന്നെ നീ എങ്ങോട്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യണം? മാനം നോക്കിക്കണോ? കയ്യിൽ പൈസ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾ ചെയ്ത ഫ്രോഡിന് ഒരു എവിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ പൈസ കിട്ടുന്നതിന് മുമ്പ് ആ 40 ലക്ഷം എന്റെ കയ്യിലെത്തണം. അപ്പം മായ സാറേ, എന്റെ സാലറി അക്കൗണ്ടിലേക്ക് ഒരു 20 ലക്ഷം പേഴ്സണൽ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. അത് ഇപ്പം തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കാം. ബാക്കി 20 ലാക്സിന് കുറച്ച് ടൈം കൂടി വേണം. അപ്പോൾ ഓക്കെ, ഓൾറെഡി എന്നെ കൊണ്ട് നിങ്ങൾക്ക് കുറേ പ്രശ്നം ഉണ്ടായില്ല. ഇനി ഈ ഒരു ബാധ്യത കൂടി എടുത്തു വെക്കണം. പകുതി വഴിക്ക് ഇട്ടിട്ട് പോകാനെ ഞാനെന്താ ദ്രോഹിയെന്ന് കരുതിയോ? സാർ, ഒരു 10 ദിവസം കൂടി അധികം തന്നാൽ മതി. അത് പറ്റില്ല, 7 ദിവസം അല്ലെങ്കിൽ 7 വർഷം ജയില്. അപ്പോൾ ഹീറോ, ഞാൻ എങ്ങനെയെങ്കിലും എന്റെ തല പണി വെച്ചിട്ടെങ്കിലും ആ പൈസ തന്നേക്കാം. അങ്ങനെ എമൗണ്ട് റെഡിയാക്കാൻ നമ്മുടെ റോക്കി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ പോലീസുകാരും മായ മാനേജറും പുറത്തു വരുമ്പോൾ മൊട്ട പോലീസ് പറയുന്നുണ്ട്, എന്റെ പൊന്നുമോളെ, നിന്റെ അഭിനയം വേറെ ലെവൽ തന്നെ. അപ്പോൾ അവര് 3 പേരും വില്ലന്മാരെ പോലെ ചിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്, ഇവര് 3 പേരും കൂട്ടാളികളാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ റോക്കിയെ ഇവർ പ്ലാൻ ചെയ്ത് ഫോളോ ചെയ്യായിരുന്നു. അതായത് 3 മാസത്തിൽ ഇതുപോലെ ആരെങ്കിലും വലിയ എമൗണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കയ്യിലാക്കാൻ ഇവർ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള, വേറെ ആരും ചോദിക്കാനും പറയാനില്ലാത്ത ഒരു ടാർഗറ്റായിട്ട് നമ്മുടെ റോക്കിയെ ഇവർ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ പോലീസുകാരാണെങ്കിൽ അവൻ മെക്കാനിക് ആണെങ്കിലും ആള് കുറച്ച് കില്ലാടിയാ. അവന് ശരിക്കും മോണിറ്റർ ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തൂക്കാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ ഓൾറെഡി റോക്കിയുടെ അച്ഛൻ റോക്കിയുടെ പേരിൽ തന്നെയായിരുന്നു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡോക്യുമെന്റ്സ് ഇവർ മാറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ റോക്കിയുടെ ഓരോ സ്ട്രഗിളും ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഹീറോയെ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇനി ആ പൈസ കിട്ടുന്നവരെ ശരിക്കും അവനെ ശരിക്കും സൂക്ഷിച്ചോ. അങ്ങനെ ഹീറോ ആണെങ്കിൽ ആ പോലീസുകാരനുള്ള 20 ലക്ഷത്തിന് വേണ്ടിയിട്ട് പരിചയമുള്ള പലരുടെയും മുമ്പിൽ കെഞ്ചി നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും റെഡിയാകുന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ മായല്ലേ നേരെ റോക്കിയുടെ അരികിലേക്ക് വരികയാണ്. റോക്കി ആണെങ്കിൽ ബിരിയാണിയിലെ ലെഗ് പീസിനെ അടിയുണ്ടാക്കി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മായ വരികയാണ്. നിനക്ക് എന്തെല്ലാം തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ആ ഒരു പോലീസുകാരനല്ലേ പൈസ കൊണ്ടിട്ട് നേരെ എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാനേജർ എന്റെ തല തന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് 20 ലക്ഷം എന്റെ പേഴ്സണൽ ലോൺ വരെ കൊടുത്തത്. മാഡം, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ എവിടേക്ക് അലഞ്ഞുന്ന് എനിക്ക് മാത്രം അറിയൂ. എന്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? നിനക്ക് വേണ്ടി എന്റെ കരിയർ കളഞ്ഞിട്ട് നിന്റെ ഇൻഷുറൻസ് പൈസ റെഡിയാക്കാൻ നോക്കുമ്പോൾ നീയും നിന്റെ ഫ്രണ്ടും ചേർന്ന് ബിരിയാണി ലെഗ് പീസ് എന്ന് പറഞ്ഞിട്ട് അടിയുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ മാഡം, 2 ദിവസം കൂടിയില്ലേ, അതിനുള്ളിൽ ഞാൻ ആ പൈസ എന്തായാലും എത്തിച്ചിരിക്കും. അപ്പമായ മറക്കണ്ട. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഒരു സമൂസക്കാരനില്ലേ നമ്മുടെ ഹീറോയുടെ അച്ഛൻ മരണപ്പെട്ട ഒരു പോസ്റ്റർ വെച്ചിട്ട് ആർക്കോ സമൂസ കൊടുക്കാണ്. നോക്കുമ്പോൾ അത് വാങ്ങിയത് നമ്മുടെ ഹീറോയുടെ അച്ഛൻ തന്നെയാണ്. അതായത് ഇങ്ങനെയും മരണപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഹീറോയും പ്രിയല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഗരേജിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ നിൽക്കുകയാണ്. അച്ഛാ, ആഹാ, നിനക്കെന്നെ കാണുന്നുണ്ടല്ലേ? മലയാളി വന്നല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അച്ഛാ, അച്ഛൻ എന്തേ പറയുന്നേ? ആഹാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ മോനെ? അവ ഞാൻ മരിച്ചിട്ടില്ലടാ. എന്നിട്ട് ഇതൊന്ന് നോട്ടീസാടാ, നിന്റെ അച്ഛൻ രാമകൃഷ്ണൻ മരിച്ചു എന്ന്. എന്റെ ഇൻഷുറൻസ് മൊത്തത്തിൽ അടിച്ചു മാറ്റാനായിട്ട് നോട്ടീസ് ഇറക്കിയിരിക്കല്ലേ. പൈസ മൊത്തം കൈ കിട്ടിയോ? ഈ ഗരേജ് ഞാൻ നിന്റെ പേരിലാക്കി തന്നില്ലേ? എന്റെ ഡ്രൈവിംഗ് സ്കൂള് അത് നിനക്ക് തന്നില്ലേ? ഇതൊന്നും നിനക്ക് മതിയായില്ല? നിന്റെ അച്ഛൻ ചെയ്യാനുള്ളപ്പോ തന്നെ എന്നെ കൊന്നിട്ട് ആ 2 കോടിയും കൂടി നിന്റെ കയ്യിലാക്കിയല്ലേ? എന്നിട്ട് റോക്കിയുടെ മുഖത്ത് അച്ഛനൊന്ന് കൊടുക്കുമ്പോ, നിർത്തച്ഛ, അച്ഛൻ എന്നെ എപ്പോഴാ ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ? അച്ഛൻ ആക്കിയുള്ളത് ഈ ഒരു ഗരേജ് മാത്രല്ലേ? ശരിയാലേ, ഞാൻ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതെന്താ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ നോട്ടീസ്? അത് ഞാനിട്ട ഒരു സ്കെച്ചാണ്. അപ്പൊ ഷോക്കായിട്ട് അച്ഛൻ, സ്കെച്ചോ? എന്ത് സ്കെച്ച്? അപ്പോഴാണ് ഇതുവരെ നമ്മൾ കാണാത്ത പല ട്വിസ്റ്റുകളും ഇനി റിവീൽ ആവാൻ പോകുന്നത്. ഒരിക്കൽ നമ്മുടെ ഹീറോയിൻ പ്രിയയില്ലേ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് ചില പേപ്പേഴ്സ് പറഞ്ഞു വരുന്നത്. അതെടുത്ത് നോക്കുമ്പോൾ അതൊരു FIR കോപ്പി ആയിരുന്നു. അല്ല പ്രിയ, അവളെന്തിനാ FIR കൊടുക്കുന്നേ? അങ്ങനെ ആ ഒരു FIRനെ കുറിച്ചിട്ട് നമ്മുടെ പ്രിയയോട് ചോദിക്കുമ്പോൾ അവള് ചില ഫ്ലാഷ് ബാക്ക് പറയാണ്. നമ്മുടെ പ്രിയയുടെ മനസ്സിൽ എപ്പോഴൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ലേ, തന്റെ ഏട്ടൻ താൻ കാരണമാണ് മരണപ്പെട്ടതെന്ന്. എന്നാൽ സത്യം എന്താണെന്ന് കണ്ടെത്താൻ അവള് അതിന്റെ പിന്നാലെ ഇറങ്ങിയിരുന്നു. അപ്പോഴാണ് ഏട്ടന്റെ കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ അവൾ കണ്ടുപിടിക്കുന്നത്. ആ ഒരു മെയിൽസ് ഒക്കെ വായിച്ചിട്ട് അവൾക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ പ്രിയയുടെ ഏട്ടൻ രാജേഷിന്റെ ഫ്രണ്ട് റാമിനോട്, ഏട്ടാ ശരിക്കും എന്താ പറ്റിയ? ഏട്ടന്റെ മെയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സത്യം പറ. അപ്പോഴാണ് റാമ ചില ഫ്ലാഷ് ബാക്ക് പറയുന്നത്. നിന്റെ അച്ഛൻ മരണപ്പെട്ട ശേഷം നിന്റെ ഏട്ടൻ രാജേഷില്ലേ, തന്റെ കരിയറായിരുന്ന സ്വപ്നായിരുന്ന ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലാന്ന് മനസ്സിൽ വല്ലാതെ സങ്കടപ്പെട്ട് ഇനി കുടുംബത്തിന്റെ കാര്യം നോക്കാന്ന് തീരുമാനിച്ചപ്പോഴാണ് നിന്റെ ഏട്ടന് ഒരു ഫോൺ വരുന്നത്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, മായ തന്നെയായിരുന്നു. അന്നോള് പേര് മാറ്റിയിട്ട് എന്റെ പേര് ഗായത്രി എന്നാണ്, ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട്. അപ്പോൾ മകനായ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നാൽ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് നിങ്ങളുടെ പേരിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ എറർ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ 1 കോടി രൂപ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടും. അങ്ങനെ മായില്ലേ അവളുടെ ഗ്യാങ്ങുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ റോക്കിയെ വലയിലാക്കിയത്, അതുപോലെ തന്നെ രാജേഷിനെ വലയിലാക്കിയിട്ട് ആ ഒരു പേര് ചേഞ്ച് ചെയ്യാനുള്ള പൈസ അറേഞ്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ എവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം മൊട്ട പോലീസ് നമ്മുടെ റോക്കി പിടിച്ച പോലെ തന്നെ രാജേഷിനെയും അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം രൂപ കിട്ടിയാലേ പിന്മാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെയാണ് രാജേഷ് തന്റെ ഫാമിലിയിലെ ആ ഒരു സ്വർണ്ണം മുഴുവൻ അവരറിയാതെ വിറ്റ് എമൗണ്ട് മായ്ക്കും മൊട്ട ഗ്യാങ്ങിന് കൊണ്ടുകൊടുക്കുന്നത്. രാജേഷിന്റെ പ്രതീക്ഷ എന്താ?
ഇൻഷുറൻസ് പൈസ കയ്യിൽ വരുമ്പോൾ ആ ഒരു സ്വർണ്ണ എടുത്തും കൊടുക്കാം, തന്റെ കുടുംബത്തിനും തന്റെ കരിയറിനും ഹെൽപ്പ് ആകുന്നല്ലേ. അങ്ങനെ ആ ഒരു പൈസയൊക്കെ മായയുടെ ഗ്യാങ്ങിന് കൊണ്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു ഇൻഷുറൻസ് പൈസ എനിക്ക് അറേഞ്ച് ചെയ്താ ഒരു 2 ദിവസത്തിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഒരു ഗ്യാങ്ങിലെ അവരുടെ സിമ്മും കോൺടാക്റ്റ് ഒക്കെ മാറ്റിയിട്ട് അവിടെ നിന്ന് മുങ്ങിയതാണ്. അതിനുശേഷം രാജേഷ് കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് അവരെ കണക്ട് ആയില്ല. അപ്പോഴാണ് രാജേഷ് മനസ്സിലായത് തന്റെ സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാങ് തന്നെ ചീറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഓൾറെഡി മനസ്സ് തകർന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ പ്രിയയിലെ തന്റെ ഏട്ടനോട് ആ ഒരു സ്വർണ്ണക്ക് എന്താ ചെയ്തെന്ന് ചോദിക്കുന്നതും ജീവിതത്തിൽ ആദ്യമായിട്ട് തന്റെ അനിയത്തി തന്നെ തല്ലാനായിട്ട് തന്റെ നേരെ കൈ ഉയർത്തുന്നതും. ഓൾറെഡി മനസ്സ് തകർന്ന രാജേഷിന്റെ വീണ്ടും ഹൃദയം തകർന്നു പോയതാണ്. അങ്ങനെയാണ് ആ ഒരു മണ്ടൻ തീരുമാനം അവൻ എടുക്കുന്നത്. അങ്ങനെ തന്റെ ഏട്ടൻ മരണപ്പെട്ട ശേഷമാണ് ഏട്ടന്റെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തപ്പോൾ കുറച്ചധികം മെയിൽസ് കാണുന്നത്. നോക്കുമ്പോൾ മായല്ലേ പേര് മാറ്റി ഗായത്രി എന്നും അതുപോലെ ഇൻഷുറൻസ് കമ്പനി എന്നും പറഞ്ഞിട്ട് കുറേയധികം മെയിൽ അയച്ചിരുന്നില്ലേ. അങ്ങനെ ആ ഒരു മെയിൽസ് ഒക്കെ കണ്ട ശേഷമാണ് രാജേഷിന്റെ ഫ്രണ്ട് റാമിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതും റാം നടന്ന എല്ലാ കാര്യങ്ങളും പ്രിയയോട് ഓപ്പൺ ആയിട്ട് പറയുന്നതും. അങ്ങനെ ആ ഒരു FIR കോപ്പി കുറിച്ചിട്ട് ഹീറോയുടെ എല്ലാ കാര്യം പ്രിയ പറഞ്ഞില്ലേ. അതുവരെ പ്രിയ കരുതിയത് തന്റെ ഏട്ടന്റെ മരണത്തിന് കാരണം താൻ തന്നെയാണെന്നല്ലേ. അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലെ കുറ്റബോധങ്ങളൊക്കെ മാറി. അപ്പോഴാണ് റോക്കി പറയുന്നത് എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ തന്റെ ഫ്രണ്ട് SAയോട് കാര്യങ്ങൾ പറയുമ്പോൾ റോക്കി നിനക്ക് ഈ നാട്ടിൽ നടക്കുന്നൊന്നും അറിയട്ടോ, ഇതുപോലെ പല തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേരിലെ ലോട്ടറി അടിച്ചോ, അപ്പോൾ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു അഡ്വാൻസ് അടക്കണം. അതുപോലെ US സെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് നാട്ടിൽ കുറഞ്ഞ വിലയ്ക്ക് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് 3 കോടി പറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോണിലേക്ക് സിവിൽ സ്കോർ ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കുറേയധികം മെസ്സേജ് വരില്ലേ. അതുപോലെ എന്തെങ്കിലും ലോൺ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒന്നും നോക്കാതെ അങ്ങ് അടിച്ചു കൊടുക്കും. അതിൽ നമ്മുടെ എല്ലാ രഹസ്യം ഇതുപോലെ സ്കാം ടീമിന്റെ കയ്യിലെത്തും. ഇങ്ങനെ 1-2 നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ ദിവസവും 7000-ൽ കൂടുതൽ സ്കാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയെന്നറിയോ? ഇവിടെ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന പല പാവങ്ങളായിട്ടുള്ള ജനങ്ങളെയാണ്. ആ ഒരു എമൗണ്ട് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തന്നെ തള്ളിപ്പോവും. ഇതിൽ അതിശയിക്കേണ്ട കാര്യം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല ആളുകളും ഈ സ്കാമിന് ഇരയായിട്ടുണ്ട്. പോലീസുകാർ ആരടുത്ത് കംപ്ലൈന്റ് കൊടുക്കുക? പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? അവരാരാണ്, എവിടെ നിന്നാണ്, എത്ര പേരുണ്ട്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസോ സിമ്മുകളോ ഒന്നും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. റോക്കി നീ ഒരു കാര്യം മനസ്സിലായിക്കോ, തെളിവുകളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റോക്കി ശരിക്ക് ആ ഒരു ടീമിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അവർക്ക് സോളിഡ് ആയിട്ടുള്ള ഡാറ്റാസ് കിട്ടിയ ശേഷമാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ പ്രിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ ശരിക്കും മരണപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചേ വ്യക്തമായിട്ടൊന്ന് പറ. അങ്ങനെ അച്ഛൻ മരണപ്പെട്ട ശേഷം പിന്നീട് ആദ്യം ചെയ്യേണ്ടത് അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കലല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓഫീസിൽ നിന്നാണ് എന്തോന്ന് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഒരു ഓഫീസിലേക്ക് പോവാണ്. പിന്നീട് അതുപോലെ പലരും മരണപ്പെടുമ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കില്ലേ. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്, അവസാനം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ കോപ്പി ആ ഒരു ഓഫീസിലെ ഒരു പ്യൂണ് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ റോക്കിക്ക് കാര്യം കത്തിയിട്ടുണ്ട്, ഇവൻ തന്നെയാണ് ആ ഒരു ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പ്യൂൺ എടുത്ത് പഞ്ഞിക്കിടുമ്പോൾ അവസാനം അയാൾ പറയുന്നുണ്ട് സാറേ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യം, എന്നാൽ ആ ടീം ആരാണെന്ന് എനിക്ക് അറിയില്ല. അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഡീറ്റെയിൽസിന് 5000 രൂപ എനിക്ക് കിട്ടും. അത് അവർ പറയുന്ന മെയിലിലേക്കാണ് ഞാൻ അയച്ചു കൊടുക്കാറ്. ഇതുവരെയായിട്ടും ഒരിക്കൽ പോലും അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അവസാനം അവരെ കയ്യിൽ കിട്ടുന്ന കരുതിയപ്പോൾ വീണ്ടും തുടക്കത്തിലെത്തിയ പോലെ 0-ൽ വന്ന് വീഴാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അപ്പോഴാണ് റോക്കി ചിന്തിക്കുന്നത് നമുക്ക് നേരിട്ട് അവരെ പിടിക്കാനല്ല പറ്റാതെ അവരെ നമ്മുടെ അടുത്തേക്ക് വരുത്തിയാലെന്താ. അങ്ങനെയാണ് തന്റെ അച്ഛന് ആ ഒരു ടിക്കറ്റ് കൊടുത്തിട്ട് തീർത്ഥ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനായിട്ട് പറഞ്ഞയക്കുന്നതും തന്റെ അച്ഛൻ മരണപ്പെട്ട പോലെ എല്ലാവരും വിശ്വസിപ്പിച്ച് ഒരു ഡ്രാമ സെറ്റ് ചെയ്തതും. അങ്ങനെ അവസാനം ആ ഒരു പ്യൂണിനെ കൊണ്ട് തന്റെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് നമ്മുടെ മായക്കും ടീമിനും അയപ്പിക്കുകയാണ്. അങ്ങനെ മായയുടെ ടീം അവർക്ക് കിട്ടിയ ലിസ്റ്റുകളെ ഫിൽട്ടർ ചെയ്തപ്പോൾ നമ്മുടെ റോക്കിയുടെ ഡീറ്റെയിൽസിൽ ഒരു അച്ഛനും മകനും മാത്രമല്ലേ, അതുമല്ല അവന്റെ പേരിൽ ഒരു ഗരേജും ഉണ്ട്. അവന്റെ അടുത്ത് നിന്ന് മാക്സിമം അടിച്ചു മാറ്റാൻ പറ്റും. എന്നാൽ മായയുടെ ടീം തന്നെ കൂടുതൽ വിശ്വസിക്കണമെങ്കിൽ ഓൾറെഡി തന്റെ ഗരേജിലുള്ള ആ ഒരു പ്രോബ്ലം ഇല്ലേ അതൊന്ന് വലുതാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ റെഡ്ഡിയെ മീറ്റ് ചെയ്യാൻ നമ്മുടെ ഹീറോ പോകുന്നത്. റെഡ്ഡി ആണെങ്കിൽ അച്ഛന്റെ മരണച്ചടങ്ങിലായിരുന്നില്ലേ. അങ്ങനെ റെഡ്ഡിയും ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നിക്കുമ്പോൾ നിന്നെ കാണാൻ നാഗറെഡ്ഡിയെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഹീറോ അങ്ങനെ എന്റെ മുത്തശ്ശനാണ്. അപ്പോഴാണ് റെഡ്ഡി തന്നെ കുറിച്ചുള്ള ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഈ റെഡ്ഡി ആരെന്ന് വെച്ചാൽ കഥയുടെ ആരംഭത്തിൽ ഹീറോയുടെ മുത്തശ്ശൻ നാട്ടിലൊരു റൗഡിയുടെ മകൻ പൂജാരിയുടെ മകനാന്ന് പറഞ്ഞിട്ട് അവിടെ കലാപം ഉണ്ടാക്കിയിരുന്നില്ലേ, ആ പൂജാരിയുടെ മകൻ തന്നെയാണ് നമ്മുടെ റെഡ്ഡി. നിന്റെ മുത്തശ്ശൻ കാരണം എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നാട് വിട്ട് നിന്റെ മുത്തശ്ശനെ കൊല്ലാനാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ നിന്റെ മുത്തശ്ശനെ കിട്ടിയില്ല, പക്ഷേ ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരവസരം കിട്ടി. ഇന്ന് സമ്പത്ത് കൊണ്ടും പേരുകൊണ്ടും എന്റെ അഭിമാനത്തിനൊക്കെ കാരണം നിന്റെ മുത്തശ്ശനാണ്. അപ്പോൾ അദ്ദേഹത്തോടാണ് നന്ദി പറയണ്ടേ. നിന്റെ ഗരേജിന് ഒന്നും സംഭവിക്കില്ല, ഞാൻ കൂടെയുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ റെഡ്ഡി മീറ്റ് ചെയ്തിട്ട് തന്റെ ഗരേജ് കയ്യിലാക്കുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്യാൻ ഹെൽപ്പ് ചോദിക്കുന്നതും റെഡ്ഡി മരണമാസായിട്ട് അഭിനയിക്കുന്നതും. അങ്ങനെ അവസാനം മായയുടെ ടീം നമ്മുടെ ഹീറോയെ മാർക്ക് ചെയ്തിട്ട് ഗരേജിലേക്ക് വരുന്നതും അവരെ ലോക്ക് ചെയ്യാൻ ഹീറോ പ്ലാൻ സെറ്റ് ചെയ്യുന്നതും. അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ എന്റെ ഫ്രണ്ടിന് സംഭവിച്ച പോലെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ അച്ഛൻ മരണപ്പെട്ടതായിട്ട് കാണിക്കില്ല, അതെനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ലടാ, ബിടെക് തോറ്റിട്ടും നിനക്ക് ഇത്രക്ക് ബുദ്ധി? അച്ഛാ കളിക്കാന്ന് കരുത്, ഞാൻ ചെറുപ്പത്തിലെ ഭയങ്കര ബുദ്ധിശാലിയാ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മായ വരുന്നത്. അപ്പൊ ഹീറോ അച്ഛനോട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് മരിച്ചുപോയ അച്ഛാ പുറത്തു വരല്ലേ. അപ്പൊ കലിപ്പിലുമായ നീ എന്താ കളിക്കുക, പൈസ അറേഞ്ച് ചെയ്ത് പറഞ്ഞിട്ട്
ഇന്നലെ ഡേറ്റ് മാഡം, ഒരു വഴി ഇനി ബാക്കിയുള്ളൂ. ആ റെഡ്ഡി അറിയുന്നതിന് മുമ്പ് ഈ ഗരാജ് ഞാനൊരു സേട്ടുവിന്റെ അടുത്ത് പണയം വെക്കാം, പുറത്ത് കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഹീറോ ഇല്ലേ അവർ പൈസ എടുത്ത് പോകുമ്പോൾ തന്റെ ഫ്രണ്ട് എസ് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, എവിഡൻസ് ഇല്ലെങ്കിലേ നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന്. അപ്പൊ അതിനായിട്ട് പുറത്തൊരു ടീമിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അച്ഛനില്ലേ പ്രതീക്ഷിക്കാതെ അച്ഛനെ പറ്റിച്ച ആ ഒരു കീടിനെ കാണുന്നത്. അപ്പോൾ അവനെ പഞ്ഞിക്കിടാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ മരിച്ചു അയാൾ തിരിച്ചു വന്നാ. അങ്ങനെ ജീവനും കൊണ്ട് അവിടെ നോടാൻ നോക്കുമ്പോൾ നമ്മുടെ മാനേജറും ആ ഒരു കോഫി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ മുട്ട പോലീസിന് കാത്തുക്കുമ്പോൾ അവസാനം മങ്ങേരി വരികയാണ്. അപ്പോഴാണ് ഹീറോയുടെ അച്ഛനില്ലേ ആ ഒരു കേടിനടുത്ത് പഞ്ഞു കിടുന്നത് മായ കാണുന്നത്. മായക്ക് ട്രാപ്പിലെന്ന് ഉറപ്പായിട്ട് റോക്കിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഈ പണ്ടാര അച്ഛനോട് പുറത്തിറങ്ങാതിരിക്കാൻ പറഞ്ഞ കേക്കില്ല. അങ്ങനെ മായയുടെ ഗ്യാങ്ങില്ലേ അവിടുന്ന് കാർ എടുത്തിട്ട് രക്ഷപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഹീറോ തന്റെ കാറുമായിട്ട് അവരുടെ പിന്നാലെ പായാണ്. അങ്ങനെ അവസാനം അവരെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയുടെ എസ് ഫ്രണ്ടും ഒരു ഭാഗത്ത് അവരെ പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹീറോ കൊടുത്ത് പൈസ എടുത്തിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഹീറോ തട്ടി തെറിപ്പിക്കുകയാണ്. എന്താ പൈസ പോയെന്ന് ടെൻഷൻ ഉണ്ടോ? ശരിക്കും നോക്കടാ, നിന്നെ പോലെ തന്നെ ഈ ഒരു പൈസയും ഫേക്കാടാ. അങ്ങനെ അവരോരോരുത്തരും റോക്കി എടുത്ത് പഞ്ഞിക്കിടാണ്. അവസാനം നേരെ കോടതിയിലെത്തിയിട്ടുണ്ട്. എവിഡൻസോടെ അവരെ പൂട്ടിയില്ലേ. അങ്ങനെ 14 വർഷത്തേക്ക് അവർക്ക് ഓരോരുത്തർക്കും ശിക്ഷ വിധിക്കുകയാണ്. അങ്ങനെ അവർ ജയിലിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് നമ്മുടെ ഹീറോ ഇല്ലേ അവരെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിനയം വേറെ ലെവലായിരുന്നു, എന്നാൽ ഈ മൊട്ട പോലീസിന്റെ തല പോലെ തന്നെ തലേൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പിന്നെ ജയിലിലേക്ക് പോകുന്ന സ്ഥിതിക്ക് ഒരു ഇൻഷുറൻസ് എടുക്കുന്നോ? നോമിനിയായിട്ട് ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പേരിട്ട് രാകേഷ് റോക്കി പുറത്തു വന്നിട്ട് ഇതേ പരിപാടി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാനെങ്കിൽ വലിച്ച് ഞാൻ കീറിക്കളയും. അപ്പോൾ മായ തരിച്ചു നിൽക്കുമ്പോൾ മേഡം മനസ്സിലായില്ലേ ഒരു സാധാരണ മെക്കാനിക്ക് എങ്ങനെ നിങ്ങൾ പൂട്ടിയെന്ന്? ഇതിനൊക്കെ കാരണം പലപ്പോഴും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ എന്റെ ലവർ പ്രിയ, അവള് തന്നെയാ. നിങ്ങൾ ഒരിക്കൽ ട്രാപ്പ് ചെയ്തത് പ്രിയയുടെ ഏട്ടനെയാണ്. അവനൊരു ഫ്രണ്ടായിരുന്നു. നിങ്ങളെ തൊട്ട ആള് മാറിപ്പോയി. അങ്ങനെ കിളിയും പാര നിൽക്കുന്ന മായയുടെ ടീമിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു കഥയായിരുന്നില്ലേ? ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ മാക്സിമം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.